ക്രിസ്ത്യൻ സമൂഹത്തിനിടയിൽ രണ്ട് ഗ്രൂപ്പുകൾ തമ്മിലുള്ള തർക്കമാണ്. ആ തർക്കത്തെക്കുറിച്ച് കാസ പറഞ്ഞത് അതിന്റെ പിന്നിലും ജമാഅത്തെ ഇസ്ലാമിയാണ്. പിണറായിക്ക് പിടിക്കുകയാണ് എല്ലാവരും. പിണറായിയും അതേപോലെ തന്നെ CPM-ന്റെ നേതാക്കന്മാരും നിരന്തരമായി പറഞ്ഞുകൊണ്ടിരിക്കുന്നതിനെ എല്ലാവരും ഏറ്റെടുത്തുകൊണ്ട് എല്ലാത്തിന്റെയും പിന്നിൽ ജമാഅത്തെ ഇസ്ലാമിയാണ് എന്ന് പറഞ്ഞാൽ പ്രശ്നത്തെ മറ്റൊരു വഴിക്ക് വഴിതിരിച്ചുവിടാൻ സാധിക്കും എന്നതാണ് ഈ പ്രചരണം കൊണ്ട് യഥാർത്ഥത്തിൽ ഉദ്ദേശിക്കുന്നത് എന്ന് നമുക്ക് വളരെ വ്യക്തമായി മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യമാണ്. നമുക്കറിയാം, ഇന്ത്യ രാജ്യം ഭരിക്കുന്നത് സംഘപരിവാർ ഗവൺമെന്റാണ്. സംഘപരിവാർ ഗവൺമെന്റിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഏറ്റവും വലിയ പൊളിറ്റിക്കൽ ഇൻവെസ്റ്റ്മെന്റ്, അവരുടെ രാഷ്ട്രീയ മൂലധനം എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന്റെ ഒരൊറ്റ ഉത്തരവേ ഉള്ളൂ: ഇസ്ലാമോഫോബിയ. ഇസ്ലാമിന് നേരെ, മുസ്ലിം സമുദായത്തിന് നേരെ നിരന്തരമായ വിദ്വേഷ പ്രചരണങ്ങളും വംശീയമായ അധിക്ഷേപങ്ങളും നടത്തിക്കൊണ്ട് അതുവഴി രാജ്യത്തെ ജനവിഭാഗങ്ങളെ വ്യത്യസ്ത ധ്രുവങ്ങളിലേക്ക് മാറ്റി നിർത്തിക്കൊണ്ട് അതിൽ നിന്ന് രാഷ്ട്രീയ ലാഭം നേടിയെടുക്കുക എന്നതാണ് ഇന്ന് ഇന്ത്യ രാജ്യം ഭരിച്ചുകൊണ്ടിരിക്കുന്ന സംഘപരിവാറിനെ സംബന്ധിച്ചിടത്തോളം അവർ അവരുടെ രാഷ്ട്രീയ മൂലധനമായി കരുതി ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് എന്നത് വളരെ വ്യക്തമാണ്. ഈ കഴിഞ്ഞ 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇന്ത്യ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി ഏകദേശം 160ഓളം വരുന്ന തെരഞ്ഞെടുപ്പ് പൊതുയോഗങ്ങളിൽ പ്രസംഗിച്ചിട്ടുണ്ട്. ഒരു രാജ്യത്തിന്റെ പ്രധാനമന്ത്രി ഒരു തെരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിക്കുമ്പോൾ ആ പ്രഭാഷണത്തിൽ നമ്മൾ പ്രതീക്ഷിക്കുന്ന ചില കാര്യങ്ങളുണ്ട്. സ്വാഭാവികമായും ആ രാജ്യത്തെ വികസന പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് അവർ നടത്തിയ കാര്യങ്ങളാണ് സാധാരണ ചർച്ചയ്ക്ക് വരിക. കഴിഞ്ഞ 10 വർഷക്കാലം ഇന്ത്യ രാജ്യം ഭരിക്കുന്നത് സംഘപരിവാർ ഗവൺമെന്റാണ്, നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള ഗവൺമെന്റാണ്. അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ള ഒരു ഗവൺമെന്റ് ഒരു തെരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിക്കുമ്പോൾ ആ തെരഞ്ഞെടുപ്പിൽ അവരുടെ പ്രചരണത്തിൽ കടന്നു വരേണ്ട ഒന്നാമത്തെ വിഷയം ഈ രാജ്യത്ത് അവർ നടത്തിയ വികസന പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. ഞങ്ങൾ ഈ രാജ്യത്ത് സാമ്പത്തിക രംഗത്ത് ഇത്ര വികസനങ്ങൾ കൊണ്ടുവന്നവരാണ്, ഞങ്ങൾ ഈ രാജ്യത്ത് വ്യാവസായിക രംഗത്ത് കൊണ്ടുവന്ന പുരോഗതികൾ ഇതെല്ലാമാണ്, ഞങ്ങൾ ഈ രാജ്യത്ത് വിദ്യാഭ്യാസ മേഖലയിൽ നടപ്പിലാക്കിയ വികസന പ്രവർത്തനങ്ങൾ എണ്ണി എണ്ണി പറയുകയാണ് വേണ്ടത്, ആരോഗ്യരംഗത്ത് ഞങ്ങൾ കൊണ്ടുവന്ന വികസനങ്ങൾ ഇതൊക്കെയാണ് എന്ന് തുടങ്ങി ഈ കഴിഞ്ഞ 10 വർഷക്കാലം ഈ രാജ്യം ഭരിച്ച ഒരു പാർട്ടി എന്ന നിലക്ക് ഞങ്ങൾ നടപ്പിലാക്കിയ വികസന പ്രവർത്തനങ്ങൾ ഇതാണ്, ഇതിന്റെ തുടർച്ച ഈ രാജ്യത്ത് നിലനിൽക്കണമെങ്കിൽ നിങ്ങൾ ഞങ്ങൾക്ക് വോട്ട് ചെയ്യണം എന്നാണല്ലോ ഒരു ഭരണകക്ഷി ഒരു തെരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിക്കുമ്പോൾ ഈ രാജ്യത്തുള്ള ജനങ്ങളോട് പറയേണ്ട ഒന്നാമത്തെ വർത്തമാനം. പക്ഷേ ഇന്ത്യ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി നടത്തിയ ഈ 160ഓളം വരുന്ന പൊതുയോഗങ്ങളിൽ നടത്തിയ പ്രഭാഷണങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചാൽ ഇന്നും യൂട്യൂബിൽ അത് ലഭ്യമാണ്. നിങ്ങൾ ആ പ്രഭാഷണങ്ങൾ കേട്ടുകഴിഞ്ഞാൽ ആ പ്രഭാഷണത്തിൽ എവിടെയും ഈ രാജ്യത്ത് അവർ നടപ്പിലാക്കിയ വികസന പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പരാമർശങ്ങൾ വളരെ അപൂർവമായി മാത്രമേ നിങ്ങൾക്ക് കാണാൻ പറ്റൂ. കാരണം അങ്ങനെ പറയാനൊന്നുമില്ല. പിന്നെ എന്താണ് ആ പ്രഭാഷണത്തിൽ നമ്മൾ കേൾക്കാൻ സാധിക്കുക? അതിഭീകരമായ മുസ്ലിം സമൂഹത്തിന് നേരെ വംശീയമായ അതിക്രമങ്ങൾ നടത്തുന്ന പരാമർശങ്ങൾ. നിങ്ങൾ കോൺഗ്രസ് നേതൃത്വം നൽകുന്ന ഇന്ത്യ മുന്നണിക്കെങ്ങാനും വോട്ട് ചെയ്തു കഴിഞ്ഞാൽ അവർ ഇവിടെ ചെയ്യാൻ വേണ്ടി പോകുന്നത് ഇവിടെയുള്ള ഹിന്ദു സ്ത്രീകളുടെ കെട്ടുതാലി ഊരിയെടുത്തുകൊണ്ട് അവർ മുസ്ലിം സ്ത്രീകൾക്ക് നൽകാൻ വേണ്ടി പോവുകയാണ്. അതുകൊണ്ട് നിങ്ങൾ അവർക്ക് വോട്ട് ചെയ്യരുത്. ആരാ പറയുന്നത്? ഇന്ത്യ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി. ഇന്ത്യ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി തെരഞ്ഞെടുപ്പ് പൊതുയോഗത്തിൽ നടത്തുന്ന പ്രഭാഷണമാണിത്. എന്ന് മാത്രമല്ല, ഇവിടെ മുസ്ലിങ്ങൾ എന്ന് പറഞ്ഞാൽ പെറ്റുപെരുകിക്കൊണ്ടിരിക്കുന്ന ഒരു വിഭാഗമാണ്, നിരന്തരമായി പ്രസവിച്ചു വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു വിഭാഗമാണ് അവർ. അതുകൊണ്ട് അവർക്ക് നിങ്ങൾ വളം വെച്ചു കൊടുക്കാൻ പാടില്ല. ഇവിടെ മുസ്ലിങ്ങൾ വോട്ട് ചെയ്യുന്നത് വോട്ട് ജിഹാദിന്റെ ഭാഗമായിട്ടാണ് എന്ന് തുടങ്ങി നിരന്തരമായ മുസ്ലിം സമുദായത്തിന് നേരെ വംശീയമായും വർഗീയമായും വിദ്വേഷം പ്രചരിപ്പിക്കുന്ന ഒരുപാട് വർത്തമാനങ്ങൾ നിറഞ്ഞ പ്രസംഗങ്ങളാണ് ഇന്ത്യ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി ഈ രാജ്യത്തോട് നടത്തിയത്. എന്തുകൊണ്ടാ കാരണം? അതല്ലാതെ മറ്റൊന്നും അവർക്ക് പറയാനില്ല എന്നതുകൊണ്ട് മാത്രമാണ്. ഇന്ന് ലോക രാജ്യങ്ങളുടെ ദാരിദ്ര്യ പട്ടികയിൽ ഇന്ത്യ രാജ്യത്തിന്റെ സ്ഥാനം 111ാമത്തെ സ്ഥാനമാണ്. ഹങ്കർ ഇൻഡെക്സ് എന്ന് പറയുന്ന ലോകത്തുള്ള മുഴുവൻ രാജ്യങ്ങളുടെയും ദാരിദ്ര്യം രേഖപ്പെടുത്തുമ്പോൾ ഇന്ത്യ രാജ്യത്തിന്റെ അയൽ രാജ്യങ്ങളായ ബംഗ്ലാദേശ് ഉൾപ്പെടെ ഇന്ത്യ രാജ്യത്തിന്റെ മുകളിലാണ്. നമ്മൾ ആഫ്രിക്കൻ രാജ്യങ്ങളെ കുറിച്ചാണ് സാധാരണ അങ്ങേയറ്റത്തെ ദാരിദ്ര്യ രാജ്യങ്ങൾ എന്ന് പറയാറുള്ളത്. ആ ദാരിദ്ര്യ രാജ്യങ്ങൾ സെനഗൽ ഉൾപ്പെടെ ഇന്ത്യ രാജ്യത്തിന്റെ മുകളിലാണ്.
എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ 10 വർഷക്കാലം കൊണ്ട് ഇന്ത്യ രാജ്യം ദാരിദ്ര്യത്തിന്റെ പട്ടികയിൽ ഓരോ ദിവസങ്ങൾ കഴിയുന്തോറും കൂപ്പുകുത്തിക്കൊണ്ടിരിക്കുകയാണ്. ഡോളറുമായി തട്ടിച്ചു നോക്കുമ്പോൾ ഇന്ത്യയുടെ രൂപയുടെ മൂല്യം എന്ന് പറയുന്നത് ഇന്ന് 87 പൈസയാണ്. എന്ന് പറഞ്ഞാൽ രൂപയുടെ ഏറ്റവും ഭീകരമായ തകർച്ച എത്തി നിൽക്കുന്ന ഒരു സാഹചര്യത്തിലാണ് നാം ഇന്ന് ജീവിക്കുന്നത്. എന്ന് പറഞ്ഞാൽ സാമ്പത്തികമായി, സാമൂഹികപരമായി, വിദ്യാഭ്യാസപരമായി, ആരോഗ്യപരമായി ഇന്ത്യ രാജ്യം അതിഭീകരമായ അപകടത്തിന്റെ ഗർത്തത്തിലേക്ക് ആപതിച്ചുകൊണ്ടിരിക്കുമ്പോൾ അതിന് നേതൃത്വം നൽകുന്ന ഒരു ഗവൺമെന്റിനെ സംബന്ധിച്ചിടത്തോളം അത്തരം വികസന പ്രവർത്തനങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഒരു രാജ്യത്തെ ജനങ്ങളോട് തെരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിക്കാൻ ന്യായമായും സാധിക്കുകയില്ല. പിന്നെ എന്താണ് അവിടെ ഉപയോഗിക്കാൻ പറ്റുന്നത്? അങ്ങനെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഒന്നാണ് ഈ പറയുന്ന ഇസ്ലാമോഫോബിയ എന്ന് പറയുന്നത്. ഒരു കാലത്ത് ഇസ്ലാമോഫോബിയ എന്ന് പറയുന്നത് ലോകത്തിന്റെ മറ്റു പല ഭാഗങ്ങളിൽ നിന്നും ഇന്ത്യ രാജ്യത്തിലേക്ക് ഇങ്ങോട്ട് ഇറക്കുമതി ചെയ്തിരുന്ന ഒരു ഉൽപ്പന്നമായിരുന്നെങ്കിൽ 2014 മുതൽ ലോക രാജ്യങ്ങളിലേക്ക് ഇസ്ലാമോഫോബിയ കയറ്റി അയക്കുന്ന ഇസ്ലാമോഫോബിയയുടെ ഹബ്ബായി ഇന്ത്യ രാജ്യം മാറിക്കഴിഞ്ഞിരിക്കുകയാണ്. പക്ഷെ നമുക്കതിൽ അത്ഭുതമില്ല. കാരണം ഈ രാജ്യം ഭരിക്കുന്നത് സംഘപരിവാർ ഗവൺമെന്റാണ്. RSSനാൽ നേതൃത്വം നൽകപ്പെടുന്ന ഒരു ഗവൺമെന്റിന് ഇതല്ലാതെ മറ്റൊന്നും ചെയ്യാൻ സാധിക്കുകയില്ല എന്ന് നമുക്ക് നന്നായിട്ടറിയാം. അതുകൊണ്ട് സംഘപരിവാർ ഗവൺമെന്റ് ഈ രാജ്യത്ത് ഇസ്ലാം വിരുദ്ധതയും മുസ്ലിം സമൂഹത്തിന് നേരെയുള്ള വിദ്വേഷ പ്രചരണങ്ങളും നിരന്തരമായി നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ അതേ അവർക്ക് ചെയ്യാൻ പറ്റൂ എന്ന് നമുക്ക് സമാധാനിക്കാൻ കഴിയും. കാരണം അവരുടെ രാഷ്ട്രീയ ചരിത്രം എന്ന് പറയുന്നത് തന്നെ ഇസ്ലാമിനും മുസ്ലിം സമൂഹത്തിനും നേരെ നിരന്തരമായ ഇത്തരം വിദ്വേഷങ്ങൾ പ്രചരിപ്പിക്കുക എന്നത് മാത്രമാണ്. പക്ഷേ നമ്മുടെ കേരളത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ കേരളം ഭരിക്കുന്നത് സംഘപരിവാർ ഗവൺമെന്റ് അല്ല. എന്നല്ല, സംഘപരിവാറിന് ഒരു MLA പോലും ഇല്ലാത്ത ഇന്ത്യയിലെ അപൂർവം സംസ്ഥാനങ്ങളിൽ ഒന്നാണ് കേരളം എന്ന് പറയുന്ന ഈ കൊച്ചു തുരുത്ത്. കേരളം ഭരിക്കുന്നത് ഇടതുപക്ഷമാണ്. CPMന്റെ നേതൃത്വത്തിലുള്ള ഗവൺമെന്റാണ് കേരളം ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. CPMനെ സംബന്ധിച്ചിടത്തോളം ഇന്ന് അവരുടെ രാഷ്ട്രീയ ഭാവി തുലാസിൽ തൂങ്ങി ആടിക്കൊണ്ടിരിക്കുന്ന ഒരു കാലമാണ്. 30 വർഷത്തിലധികം അടക്കി ഭരിച്ച പശ്ചിമ ബംഗാൾ എന്ന് പറയുന്ന സംസ്ഥാനത്തിനകത്ത് ഇന്ന് തിരിയിട്ട് തിരഞ്ഞാൽ കാണാൻ കഴിയാത്ത പാർട്ടിയായി CPM മാറിക്കഴിഞ്ഞിട്ടുണ്ട്. ത്രിപുര എന്ന് പറയുന്ന സംസ്ഥാനത്ത് ധാരാളം കാലം ഭരണം നടത്തിയ ഒരു പാർട്ടിയെ ഇന്ന് നമുക്കവിടെ കാണാൻ സാധിക്കുകയില്ല. ഇന്ന് ആകെ അവശേഷിക്കുന്നത് കേരളം എന്ന് പറയുന്ന ഒരൊറ്റ സംസ്ഥാനത്തിൽ മാത്രമാണ്. മറ്റു 2 സംസ്ഥാനങ്ങളിൽ നിങ്ങളിന്ന് പോയി കഴിഞ്ഞാൽ പാർട്ടി ഓഫീസിന് മുമ്പിൽ നിങ്ങൾക്ക് ചെങ്കുടിക്ക് പകരം അവിടെ കാണാൻ കഴിയുക കാവിക്കുടികളാണ്. പാർട്ടി ഓഫീസിനകത്തേക്ക് നിങ്ങൾ കയറി കഴിഞ്ഞാൽ മാർക്സിന്റെയും എംഗൽസിന്റെയും ലെനിനിന്റെയും EMSന്റെയും AKGയുടെയും ഒക്കെ പടങ്ങളുടെ സ്ഥാനത്ത് നിങ്ങൾക്ക് കാണാൻ സാധിക്കുക ഹെഗ്ഡേവാറിന്റെയും അതേപോലെ തന്നെ ഗോൾവാൾക്കറിന്റെയും മൂൻജയുടെയും നരേന്ദ്രമോദിയുടെയും അമിത്ഷായുടെയൊക്കെ ഫോട്ടോകളാണ് നിങ്ങൾക്ക് അവിടെ കാണാൻ സാധിക്കുക. എന്ന് പറഞ്ഞാൽ ആ ഒരു അവസ്ഥയിലേക്ക് ആ സംസ്ഥാനങ്ങളുടെ പാർട്ടിയുടെ അവസ്ഥ മാറിക്കഴിഞ്ഞു എന്നുള്ളത് കേവലം ഒരു അതിശയോക്തി നിറഞ്ഞ ഒരു പ്രസ്താവനയായി ഇത് കേൾക്കുന്ന നിങ്ങൾ മനസ്സിലാക്കുകയില്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇതൊരു റിയാലിറ്റിയാണ്. എന്ന് പറഞ്ഞാൽ ആ ഒരു അവസ്ഥയിലേക്ക് പാർട്ടി ഇന്ത്യ രാജ്യത്ത് പൊതുവെ അധപ്പതിച്ചു കഴിഞ്ഞ് നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ ആകെ അവശേഷിക്കുന്ന കേരളം എന്ന് പറയുന്ന ഒരു തുരുത്തിൽ ഇനി പിടിച്ചു നിൽക്കാൻ കഴിയണമെങ്കിൽ ഇന്ത്യ രാജ്യത്ത് നരേന്ദ്രമോദിയും അമിത്ഷായും എന്ത് രാഷ്ട്രീയ അടവുകളാണോ പയറ്റുന്നത് അതേ രാഷ്ട്രീയ അടവുകൾ ഇവിടെയും പയറ്റിക്കഴിഞ്ഞാൽ മാത്രമേ ഇനി കേരളത്തിൽ പിടിച്ചു നിൽക്കാൻ കഴിയൂ എന്ന കണക്കുകൂട്ടലിന്റെ അടിസ്ഥാനത്തിലാണ് ഇന്ന് CPM കേരളത്തിന്റെ മണ്ണിൽ നിരന്തരമായി ഒന്നിന് പിറകെ മറ്റൊന്നായി ഒരുപക്ഷെ RSSനെ പോലും നാണിപ്പിക്കുന്ന വിധത്തിൽ സംഘപരിവാറിനെ പോലും പിറകിലാക്കുന്ന സ്വഭാവത്തിൽ നിരന്തരമായ ഇസ്ലാമോഫോബിയ പ്രചരണങ്ങൾ നടത്തിക്കൊണ്ട് ഇന്ന് കേരളത്തെ അവർ അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് കാണാൻ സാധിക്കും. 2026 നിയമസഭാ തെരഞ്ഞെടുപ്പ് വരാൻ വേണ്ടി പോവാൻ. 2025 നവംബർ മാസത്തിൽ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് നടക്കും. ഈ തെരഞ്ഞെടുപ്പുകളിൽ രാഷ്ട്രീയമായി എന്തെങ്കിലും ലാഭം ഇനി നേടിയെടുക്കാൻ കഴിയണമെങ്കിൽ ഇതല്ലാതെ വേറെ മാർഗമൊന്നുമില്ല എന്ന കൃത്യമായ കണക്കുകൂട്ടലിന്റെ അടിസ്ഥാനത്തിൽ വളരെ ബോധപൂർവം, ഇത് നാവിൽ നിന്ന് വരുന്ന അബദ്ധപൂർണമായ പ്രസ്താവനകളും വർത്തമാനങ്ങളുമല്ല, വളരെ ബോധപൂർവം നിരന്തരമായി ആവർത്തിച്ചുകൊണ്ട് ഇസ്ലാമോഫോബിയ ഇവിടെ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നതാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതിന്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണം നമുക്കറിയാം. ഈ കഴിഞ്ഞ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിന്റെ സന്ദർഭം. പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ കേരളത്തിന്റെ മുഖ്യമന്ത്രി പ്രചരണത്തിന് വന്നു.
അദ്ദേഹത്തിന്റെ പ്രസംഗം നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടായിരിക്കും. എന്താ അദ്ദേഹം പറഞ്ഞത്? പാലക്കാട് വന്ന് അദ്ദേഹം പ്രസംഗിച്ചത് മുസ്ലിം ലീഗിന്റെ സംസ്ഥാന പ്രസിഡന്റ് സാദിഖ് അലി ശിഹാബ് തങ്ങൾ ജമാഅത്തെ ഇസ്ലാമിയുടെ അനുയായിയാണ്. സാദിഖ് അലി ശിഹാബ് തങ്ങൾ ജമാഅത്തെ ഇസ്ലാമിയുടെ അനുയായിയാണ് എന്ന് കേരളത്തിന്റെ മുഖ്യമന്ത്രി ഒരു തെരഞ്ഞെടുപ്പിന്റെ പ്രചരണത്തിൽ വന്ന് പ്രസംഗിക്കുമ്പോൾ യഥാർത്ഥത്തിൽ ഇതാണോ കേരളത്തിന്റെ മുഖ്യമന്ത്രി ഒരു ഉപതെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ പ്രസംഗിക്കേണ്ടത്? ഞങ്ങൾ ഈ രാജ്യത്ത് ഈ കേരളത്തിൽ നടപ്പിലാക്കിയ വികസനങ്ങൾ ഇതാണ്. ഈ കേരളത്തിൽ ഞങ്ങൾ ഇത്രയും കാലമായി ഭരിച്ചുകൊണ്ടിരിക്കുന്നവരാണ്. അതുകൊണ്ട് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ ഈ നാട്ടിൽ നടപ്പിലാക്കിയ വികസന പ്രവർത്തനങ്ങളുടെ തുടർച്ച നിലനിൽക്കണമെങ്കിൽ പാലക്കാട് ഞങ്ങൾ ജയിക്കൽ നിർബന്ധമാണ്. അതുകൊണ്ട് ഞങ്ങൾ നടപ്പിലാക്കിയ വികസന പ്രവർത്തനങ്ങൾക്ക് നിങ്ങൾക്ക് വോട്ട് നൽകണം എന്നാണല്ലോ യഥാർത്ഥത്തിൽ ഒരു മുഖ്യമന്ത്രിയുടെ പ്രഭാഷണത്തിൽ ഉണ്ടാവേണ്ടത്. പക്ഷേ നരേന്ദ്രമോദിയുടെ പ്രസംഗത്തിൽ നമ്മൾ എന്താണോ കേട്ടത് അതിനേക്കാൾ ഭീകരമായ ഇസ്ലാം വിരുദ്ധതയുടെ നിരന്തരമായ വർത്തമാനങ്ങൾ. സാദിഖ് അലി ശിഹാബ് തങ്ങൾ ജമാഅത്തെ ഇസ്ലാമിയുടെ അനുയായിയാണ് എന്ന് ഒരു തെരഞ്ഞെടുപ്പിന്റെ പ്രചരണത്തിൽ പ്രസംഗിക്കുമ്പോൾ ആരുടെ വോട്ടാണ് ഇവർ പ്രതീക്ഷിക്കുന്നത്? ഏത് വോട്ടിൽ കൈയിട്ട് വാരാൻ വേണ്ടിയാണ് ഇതുപോലെയുള്ള വികൃതമായ പ്രസ്താവനകൾ പറയുന്നത് എന്ന് അരിയാഹാരം കഴിക്കുന്ന ഈ കേരളത്തിലുള്ള ജനങ്ങൾക്ക് തിരിച്ചറിയാൻ കഴിയുന്ന കാര്യമാണ്. പക്ഷെ നിങ്ങൾക്കത് തിരിച്ചറിയാൻ കഴിയുന്നില്ല. അതുകൊണ്ടാണ് നിങ്ങൾ നിരന്തരമായി അത് ആവർത്തിച്ചുകൊണ്ടേയിരിക്കുന്നത്. എല്ലാത്തിന്റെയും പിന്നിൽ ജമാഅത്തെ ഇസ്ലാമിയാണ് എന്ന ആരോപണം ഒരുപാട് കാലമായി തുടങ്ങിയിട്ട് 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ തുടങ്ങി വെച്ചതാ. ഇപ്പൊ രണ്ടാമത് വീണ്ടും അത് നിങ്ങൾ പുനരാരംഭിച്ചത് ഒന്ന് പി വി അൻവറിന്റെ രാഷ്ട്രീയ കുടത്തിൽ നിന്ന് തുറന്നുവിട്ട ഒരു ഭൂതമുണ്ട്. അദ്ദേഹം ഇന്ന് എം.എൽ.എ. സ്ഥാനം രാജിവെച്ചു കഴിഞ്ഞു. അത് വേറെ വിഷയം, ഞാനതിലേക്ക് പോകുന്നില്ല. അദ്ദേഹം കേരളത്തിൽ തുറന്നുവിട്ട ചില രാഷ്ട്രീയ യാഥാർത്ഥ്യങ്ങളുണ്ട്. എന്ന് പറഞ്ഞാൽ കേരളത്തിന്റെ രാഷ്ട്രീയ ഭൂമിക ഏത് സ്വഭാവത്തിലാണ് മുന്നോട്ട് പോകുന്നത്? കേരളം ഭരിക്കുന്ന മുഖ്യമന്ത്രിയും മുഖ്യമന്ത്രിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ആഭ്യന്തര വകുപ്പും ഏത് സ്വഭാവത്തിലൂടെയാണ് ചലിച്ചുകൊണ്ടിരിക്കുന്നത്? ആരുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കുവാൻ വേണ്ടിയാണ് അവർ ഭരണരംഗത്ത് മുന്നോട്ട് പോകുന്നത് എന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരുപാട് പരാമർശങ്ങൾ, അത് കേവലം ആരോപണങ്ങളല്ല, വസ്തുതാപരമായ യാഥാർത്ഥ്യങ്ങളാണെന്ന് കേരളത്തിന്റെ രാഷ്ട്രീയത്തിൽ പിന്നീട് അത് തെളിയിക്കപ്പെട്ട കാര്യം കൂടിയാണ്. അങ്ങനെ കുറെ കാര്യങ്ങൾ പറഞ്ഞു. അന്ന് മുതലാണ് ഇതിന്റെ പിന്നിൽ ജമാഅത്തെ ഇസ്ലാമിയാണ് എന്ന ആരോപണം രണ്ടാമതും ഇവിടെ പുനരാരംഭിച്ചത് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. ആദ്യമായിട്ട് ഞാൻ മനസ്സിലാക്കുന്നത് മന്ത്രി റിയാസ് ആണ് പറഞ്ഞത്. പി വി അൻവറിന്റെ പ്രശ്നം വളരെ രൂക്ഷമായി കേരളത്തിന്റെ രാഷ്ട്രീയത്തിൽ ഇങ്ങനെ നിൽക്കുമ്പോൾ റിയാസ് ഒന്നാമതായി പറഞ്ഞു ഇതിന്റെ പിന്നിൽ ജമാഅത്തെ ഇസ്ലാമിയാണ്. പക്ഷേ പാണ്ഡൻ നായയുടെ ശൗര്യം പണ്ടേ പോലെ ഫലിക്കുന്നില്ല എന്ന് പറഞ്ഞതുപോലെ വേണ്ട പോലെ മാധ്യമങ്ങളൊന്നും ഏറ്റെടുത്തില്ല. സാധാരണ CPM-ന്റെ ഏതെങ്കിലും ഒരു നേതാവ് അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെയുള്ള പത്രങ്ങളും ചാനലുകളും ഒക്കെ ഏറ്റെടുത്തുകൊണ്ട് അന്നത്തെ പ്രധാനപ്പെട്ട അന്തിച്ചർച്ച അതായിരിക്കും. പക്ഷേ അന്നത്തെ അന്തിച്ചർച്ചയിൽ ജമാഅത്തെ ഇസ്ലാമി കടന്നു വന്നേയില്ല. പിറ്റേ ദിവസം വീണ്ടും മാധ്യമത്തെ ഇദ്ദേഹം കണ്ടു. അപ്പൊ പറഞ്ഞു ഞങ്ങൾ പറഞ്ഞില്ലേ ഇതിന്റെ പിന്നിൽ ജമാഅത്തെ ഇസ്ലാമിയാണെന്ന്, എന്നിട്ട് നിങ്ങൾ എന്താണ് ഏറ്റെടുക്കാത്തത്? അദ്ദേഹം ചോദിക്കാം, ഞങ്ങൾ പറഞ്ഞിട്ട് നിങ്ങൾ എന്തുകൊണ്ട് ഏറ്റെടുക്കുന്നില്ല എന്ന് പറഞ്ഞാല് ഞങ്ങൾ എന്താണോ പറയുന്നത് തിരുവായിക്ക് എതിർവായില്ല എന്ന് പറഞ്ഞതുപോലെ ഏറ്റെടുത്തുകൊണ്ട് അത് പ്രചരിപ്പിക്കേണ്ടവരാണല്ലോ നിങ്ങൾ. പക്ഷെ എന്തുകൊണ്ട് നിങ്ങൾ അത് ചെയ്യുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് പത്രക്കാർക്ക് നേരെ രൂക്ഷമായ വിമർശനങ്ങൾ അദ്ദേഹം ഉന്നയിച്ചത് നമ്മളെല്ലാവരും കണ്ടതാണ്. ഇന്ന് കേരളത്തിന്റെ രാഷ്ട്രീയത്തിൽ ഇത് തിരിച്ചറിഞ്ഞിരിക്കുന്നു എന്നതാ മറ്റൊരു വസ്തുത. എല്ലാത്തിന്റെയും പിന്നിൽ ജമാഅത്തെ ഇസ്ലാമിയാണ് എന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇന്ന് കേരളത്തിൽ നിലനിൽക്കുന്ന ഏറ്റവും വലിയ രാഷ്ട്രീയ തമാശയായി, ഇന്ന് കേരളത്തിന്റെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ നിലനിൽക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ട്രോളായി ആ പ്രയോഗം എന്ന് മാറിക്കഴിഞ്ഞിരിക്കുന്നു എന്ന് കേരളത്തിന്റെ രാഷ്ട്രീയം തിരിച്ചറിഞ്ഞ ഒരു സാഹചര്യത്തിലുള്ള നിരന്തരമായ വെപ്രാള പ്രകടനങ്ങളാണ് ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. എല്ലാത്തിന്റെയും പിന്നിൽ ജമാഅത്തെ ഇസ്ലാമിയ. നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ നേരം വെളുത്ത വ്യായാമത്തിന് പോലും പോകാൻ പറ്റുന്നില്ല. നേരം വെളുത്ത് വ്യായാമത്തിന് പോയി കഴിഞ്ഞാൽ അതിന്റെ പിന്നിലും ജമാഅത്തെ ഇസ്ലാമിയാണ്. ജമാഅത്തെ ഇസ്ലാമിയാണെന്ന് മാത്രമല്ല, ആ പ്രസ്താവന ഒന്നാമതായി പറഞ്ഞത് CPM-ന്റെ കോഴിക്കോട് ജില്ലാ സെക്രട്ടറി മോഹന മാഷിന്റെ പ്രസംഗം ഇന്നും നിങ്ങൾക്ക് കിട്ടും. യൂട്യൂബിൽ ആ പ്രസംഗം കേട്ടുകഴിഞ്ഞാൽ അദ്ദേഹം പറഞ്ഞത് മെക്സവന്റെ പിന്നിൽ ജമാഅത്തെ ഇസ്ലാമിയാണ് എന്ന് പറഞ്ഞ് അവസാനിപ്പിക്കല്ല ചെയ്തത്. ആ പ്രസംഗം അവസാനിപ്പിക്കുമ്പോൾ നിങ്ങൾ അദ്ദേഹത്തിന്റെ ബോഡി ലാംഗ്വേജ് ഒന്ന് കാണണം, അദ്ദേഹത്തിന്റെ വർത്തമാനങ്ങൾ കേൾക്കണം. ഒരുപക്ഷെ ശശികല ടീച്ചർ പോലും നാണിച്ചു പോകുന്ന വർത്തമാനം, വത്സൻ തില്ലങ്കേരി പിറകിലോട്ട് പോകുന്ന വർത്തമാനം, അത്രമാത്രം ഭീകരമായ തോന്നിവാസമാണ് അയാൾ ആ പ്രസംഗത്തിൽ പറഞ്ഞു വെച്ചത്. എന്താ പറഞ്ഞത്? ഇവിടെ ജമാഅത്തെ ഇസ്ലാമി മുന്നോട്ട് വെക്കുന്ന ഇസ്ലാമിക രാഷ്ട്രമെങ്ങാനും വന്നു കഴിഞ്ഞാൽ ഈ രാജ്യത്ത് നിന്ന് ആദ്യമായി പുറത്താക്കപ്പെടുന്നവർ ഇവിടെയുള്ള ഹിന്ദുക്കളായിരിക്കും.
ആരാ പറയുന്നത്? വത്സൻ തില്ലങ്കേരിയല്ല. ആരാ പറയുന്നത്? ശശികല ടീച്ചറല്ല. CPM-ന്റെ ഉത്തരവാദിത്തപ്പെട്ട നേതാവ് ഒരു പ്രഭാഷണത്തിൽ പരസ്യമായി പറയാണ്. ഞാനതാ പറഞ്ഞത്, അദ്ദേഹത്തിന്റെ ബോഡി ലാംഗ്വേജ് നിങ്ങൾ ശ്രദ്ധിക്കണം. ഒരു സംഘപരിവാറുകാരന്റെ ബോഡി ലാംഗ്വേജിനേക്കാൾ ഭീകരമായ ബോഡി ലാംഗ്വേജിൽ നിന്നുകൊണ്ട് CPM-ന്റെ ഉത്തരവാദിത്തപ്പെട്ട നേതാവ് ഇങ്ങനെ പ്രസംഗിക്കുമ്പോ എന്താണ് ഇവർ കേരളത്തിന് നൽകുന്ന സന്ദേശം? എന്താണ് കേരളത്തിന്റെ പൊളിറ്റിക്സിൽ ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്ന ഇൻവെസ്റ്റ്മെന്റ്? എന്ത് ക്യാപിറ്റലാണ് ഈ തെരഞ്ഞെടുപ്പുകളിൽ അവർ ഇറക്കാൻ വേണ്ടി തീരുമാനിക്കുന്നത് എന്ന് വളരെ വ്യക്തമാണ്. ജമാഅത്തെ ഇസ്ലാമിയാണ് എല്ലാത്തിന്റെയും പിന്നിൽ. പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ UDF-ന്റെ സ്ഥാനാർത്ഥി മൃഗീയമായ ഭൂരിപക്ഷത്തിൽ, ഒരുപക്ഷെ പാലക്കാടിന്റെ ചരിത്രത്തിൽ ഇതുവരെ ലഭിച്ചിട്ടില്ലാത്ത ഭൂരിപക്ഷത്തിൽ വിജയിച്ചപ്പോ ഗോവിന്ദൻ മാഷ് ഉടനെ പത്രസമ്മേളനം നടത്തി പറഞ്ഞു, ഇതിന്റെ പിന്നിലും ജമാഅത്തെ ഇസ്ലാമിയാണ്. പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ UDF കൂടുതൽ വോട്ട് വാങ്ങി ജയിച്ചപ്പോ അതിന്റെ പിന്നിലും ജമാഅത്തെ ഇസ്ലാമിയാണ്. എല്ലാത്തിന്റെയും പിന്നിൽ ജമാഅത്തെ ഇസ്ലാമി. എത്രത്തോളം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, കോഴിക്കോട് ആവിക്കൽത്തോട് നടന്നുകൊണ്ടിരിക്കുന്ന മാലിന്യ പ്ലാന്റിനെതിരെയുള്ള സമരം മുതൽ ഇന്ന് ആലപ്പുഴയിലെ കരിമണൽ ഖനനത്തിനെതിരെയുള്ള സമരത്തിന്റെ പിന്നിൽ വരെ, കേരളയിൽ പദ്ധതിക്കെതിരെ നടന്ന സമരത്തിന്റെ പിന്നിൽ വരെ, അതേപോലെ തന്നെ ഗെയിൽ പൈപ്പ് ലൈൻ പദ്ധതിക്ക് നേരെയുള്ള സമരത്തിന്റെ പിന്നിൽ, എല്ലാത്തിന്റെയും പിന്നിൽ ജമാഅത്തെ ഇസ്ലാമി. ഇതൊക്കെ കേരളമാണല്ലോ. കേരളം വിട്ട് ഇന്ത്യ രാജ്യത്ത് നടന്നുകൊണ്ടിരിക്കുന്ന എന്തെങ്കിലും സമരം ഉണ്ടെങ്കിൽ അതിന്റെ പിന്നിലും ജമാഅത്ത്. ലോകത്ത് തന്നെ നടന്നുകൊണ്ടിരിക്കുന്ന, ഇന്ത്യയുടെ തൊട്ടടുത്ത രാജ്യമായ ബംഗ്ലാദേശിൽ ഒരു രാഷ്ട്രീയ അട്ടിമറി നടന്നു. അവിടുത്തെ ഏകാധിപതിയായ ഭരണാധികാരി ഹസീന വാജിദിന് രാജിവെച്ചുകൊണ്ട് ഇന്ത്യയിൽ അഭയം തേടി ഓടി ഒളിക്കേണ്ടി വന്നു. അതിന്റെ പിന്നിലും ജമാഅത്തെ ഇസ്ലാമി. അതിന്റെ പിന്നിൽ ജമാഅത്തെ ഇസ്ലാമി എന്ന് പറഞ്ഞാൽ കേരളത്തിന്റെ പിന്നെ ജമാഅത്തെ ഇസ്ലാമിയുടെ അമീർ പി മുജീബ് റഹ്മാന്റെ ആഹ്വാന പ്രകാരമാണ് അവിടെ ഈ രാഷ്ട്രീയ വിപ്ലവം നടന്നത് എന്ന സ്വഭാവത്തിലാണ് പിണറായി വിജയന്റെ വർത്താനം. അല്ലെങ്കിൽ ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ സംസാരിക്കുന്നത് ഈ ഒരു ഭാഷയിലും ശൈലിയിലുമാണ്. എന്തൊരു അപകടമാണ് ഈ വർത്തമാനങ്ങൾ യഥാർത്ഥത്തിൽ ഉണ്ടാക്കുന്നത്. കാരണം ജമാഅത്തെ ഇസ്ലാമി ഒരു സാർവദേശീയ പ്രസ്ഥാനമാണെന്നാ. നിങ്ങൾ വെറുതെ ഞങ്ങളെ കൊണ്ട് പറയിപ്പിക്കരുത്. ജമാഅത്തെ ഇസ്ലാമിക്കാര് സാർവദേശീയ പ്രസ്ഥാനമാണ് എന്ന് നിങ്ങൾ ജമാഅത്തെ ഇസ്ലാമിയെ കുറിച്ച് ആരോപണമാണ് ഉന്നയിക്കുന്നതെങ്കിൽ ജമാഅത്തെ ഇസ്ലാമിക്ക് ഒരു സാർവദേശീയതയുണ്ട്, സംശയമൊന്നുമില്ല. കാരണം അതുണ്ടായത് 1941 അവിഭക്ത ഇന്ത്യയില എന്ന് പറഞ്ഞാൽ ഇന്നത്തെ ബംഗ്ലാദേശും പാകിസ്ഥാനും ഉൾപ്പെടെയുള്ള വിശാലമായ ഇന്ത്യ രാജ്യത്ത് സയ്യിദ് മൗദൂദിയാൽ സ്ഥാപിക്കപ്പെട്ട പ്രസ്ഥാനമാണ് ജമാഅത്തെ ഇസ്ലാമി, സംശയമില്ല. ആ നിലക്ക് ഇന്ത്യയുടെ 2 അയൽ സംസ്ഥാനങ്ങൾ കൂടി, അയൽ രാജ്യങ്ങൾ കൂടി ഉൾക്കൊള്ളുന്ന ഒരു പ്രസ്ഥാനം എന്ന നിലക്ക് ഇതിനെക്കുറിച്ച് സാർവദേശീയ പ്രസ്ഥാനം എന്ന് പറഞ്ഞാൽ അത് ഞങ്ങൾ അംഗീകരിക്കുന്നു. പക്ഷെ ആരായി പറയുന്നത്? CPM-കാരാ. CPM എന്ന് പറഞ്ഞാൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണല്ലോ. കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന് പറഞ്ഞാൽ ഇന്ത്യ രാജ്യത്ത് പൊട്ടിമുളച്ച ഒരു പാർട്ടിയാണല്ലോ. ആണോ? അല്ലല്ലോ. മറിച്ച് ഇന്ന് ലോകത്ത് നിലനിൽക്കുന്ന ഏറ്റവും വലിയ സാർവദേശീയ മൂവ്മെന്റ് ഏതാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനമാണ്. എന്നാൽ നിങ്ങളുടെ കഴിഞ്ഞ 1.5 നൂറ്റാണ്ടിന്റെ ചരിത്രം ഇവിടെയുണ്ട്. ആ 1.5 നൂറ്റാണ്ടിന്റെ ചരിത്രം ഇവിടെ ചികഞ്ഞന്വേഷിച്ച് വെറുതെ നിങ്ങൾ അതിനുള്ള അവസരം ഉണ്ടാക്കരുത് എന്ന് ഞങ്ങൾ പറയുന്നുള്ളൂ. എന്ന് പറഞ്ഞാൽ CPM-നെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ എറണാകുളം പോയി കഴിഞ്ഞാൽ എറണാകുളത്തെ പാർട്ടി ഓഫീസിന്റെ പേര് ലെനിൻ സെന്റർ എന്ന. ലെനിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എറണാകുളം ജില്ലാ സെക്രട്ടറി ആയിരുന്നു. CPM-ന്റെ എറണാകുളം ജില്ലാ സെക്രട്ടറിയുടെ പേരല്ലല്ലോ ലെനിൻ എന്ന് പറഞ്ഞാൽ. മറിച്ച് ലെനിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോകത്തിലെ ഏറ്റവും വലിയ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഉണ്ടായിരുന്ന ഒരു കാലത്ത് അതിന് നേതൃത്വം നൽകിയ ആളാ. നിങ്ങളുടെ പാർട്ടി ഓഫീസിൽ എവിടെ പോയി കഴിഞ്ഞാലും, ഇവിടുത്തെ നെല്ലായിലെ പേങ്ങാട്ടിയിലെ ഓഫീസിൽ ഉണ്ടോ എന്ന് എനിക്കറിയില്ല, ഏത് പാർട്ടി ഓഫീസിൽ പോയി കഴിഞ്ഞാലും അവിടെ കാൾ മാർക്സിന്റെയും എംഗൽസിന്റെയും ലെനിന്റെയും ഒക്കെ ഫോട്ടോ ഉണ്ടല്ലോ. അവരൊക്കെ പിന്നെ CPM-ന്റെ കേരളത്തിലെ നേതാക്കന്മാരായിരുന്നു? അല്ലല്ലോ. മറിച്ച് ആരാ ഇവരൊക്കെ? ഇവരൊക്കെ സാർവദേശീയ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാക്കന്മാരാണ്. ആ സാർവദേശീയ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ചരിത്രം എന്താണ്? ജോസഫ് സ്റ്റാലിൻ എന്ന് പറയുന്ന റഷ്യയിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാവും ആ രാജ്യത്തിന്റെ പ്രസിഡന്റും ആ രാജ്യം ഭരിച്ച കാലഘട്ടത്തിൽ ഈ ലോകത്ത് നിന്ന് മരണപ്പെട്ടു പോയ മനുഷ്യരുടെ എണ്ണം നിങ്ങൾക്കറിയുമോ? 4.5 കോടി ജനങ്ങളാണ്. 4.5 കോടി ജനങ്ങൾ എന്ന് പറഞ്ഞാൽ കേരളത്തിലെ മൊത്തം ജനസംഖ്യയേക്കാൾ കൂടുതൽ നിരപരാധികളായ പാവപ്പെട്ട മനുഷ്യരെ കൊന്നൊടുക്കി ലോകത്തെ ഏറ്റവും വലിയ ഭീകര ഭരണ സംവിധാനം നടത്തിയ സംവിധാനത്തിന്റെ പേരെന്ത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന്റെ പേരാണ് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം എന്ന് പറയുന്നത്. എന്തിന്റെ പേരിലാണ് കൊന്നത്? റഷ്യയിൽ കമ്മ്യൂണിസം നടപ്പിലാക്കണമെങ്കിൽ ഇത്രയും ആളുകളും അധികമാണ്. റഷ്യയിലെ കമ്മ്യൂണിസം നടപ്പിലാക്കണമെങ്കിൽ ഇത്രയും ആളുകൾ ഈ രാജ്യത്ത് അധികമാണ്. അതുകൊണ്ട് ആ രാജ്യത്തുള്ള ജനങ്ങളെ കൊന്നുകളയുക. കംബോഡിയ എന്ന് പറയുന്ന രാജ്യത്ത് പോയി കഴിഞ്ഞാൽ അവിടെ പോൾപോട്ട് എന്ന് പറയുന്ന ഏകാധിപതിയായ ഒരു കമ്മ്യൂണിസ്റ്റ് ഭരണാധികാരി ഉണ്ടായിരുന്നു. ആ കമ്മ്യൂണിസ്റ്റ് ഭരണാധികാരി 80 ലക്ഷത്തിലധികം വരുന്ന നിരപരാധികളെ കൊന്നുകളഞ്ഞു.
ആ കൊലക്ക് വേണ്ടി അദ്ദേഹം ഉണ്ടാക്കിയ ഒരു ജനസോയിഡ് പോയിന്റ് ഉണ്ട്, വംശീയ ഉന്മൂലനത്തിന് വേണ്ടി ഉണ്ടാക്കിയ ഒരു സംവിധാനമുണ്ട്. ഇന്നും നിങ്ങൾ കംബോഡിയയിൽ പോയി കഴിഞ്ഞാൽ പ്രധാനപ്പെട്ട ഒരു ടൂറിസ്റ്റ് പ്ലേസ് ആണത്. അവിടെ പോയി കഴിഞ്ഞാൽ ഒരു മരം കാണാം, ഒരു മരത്തിന്റെ കുറ്റി. ആ മരത്തിന്റെ കുറ്റി എന്താണെന്നറിയോ? ആ മരത്തിന്റെ കുറ്റിയില് പാവപ്പെട്ട 8 പോട്ടും തിരിയാത്ത 2 3 വയസ്സുള്ള കുഞ്ഞുങ്ങളെ കൊല്ലണല്ലോ. ആ കുഞ്ഞുങ്ങളെ കൊല്ലാൻ വേണ്ടി 2 കാലം പിടിച്ച് തലയടിച്ചു വന്നിരുന്ന ആ മരക്കുറ്റി ഇന്നും നിങ്ങൾ കംബോഡിയയിൽ പോയാൽ നിങ്ങൾക്ക് കാണാൻ കഴിയും. ആരാ അവിടുത്തെ ഭരണാധികാരി? കമ്മ്യൂണിസ്റ്റ് ഭരണാധികാരിയായ പോൾ പോട്ട് 80 ലക്ഷം ജനങ്ങളെയാ കൊന്നത്. ചൈനയില് മാവോ സേതുങ് കൊന്നവരുടെ എണ്ണം എത്രയാ നിങ്ങൾക്കറിയോ? ഞങ്ങൾക്കറിയില്ല. കാരണം അത്രമാത്രം മനുഷ്യരെ നിങ്ങൾ കൊന്നൊടുക്കിയിട്ടുണ്ട്. എന്തിന്റെ പേരിൽ? കമ്മ്യൂണിസത്തിന്റെ പേരിൽ. ഈ കമ്മ്യൂണിസത്തിന്റെ സാർവദേശീയതയുടെ എല്ലാ പിൻബലയുമുള്ള CPM ആണ് ജമാഅത്തെ ഇസ്ലാമിയെ കുറിച്ച് നിങ്ങൾക്ക് സാർവദേശീയ പ്രസ്ഥാനമാണ് എന്ന ആരോപണം ഉന്നയിച്ചുകൊണ്ട് ഭീകരവാദത്തിന്റെ പേറ്റന്റ് ജമാഅത്തെ ഇസ്ലാമിക്ക് നേരെ ചാർത്താൻ വേണ്ടി ശ്രമിക്കുന്നത്. ജമാഅത്തെ ഇസ്ലാമിക്ക് അങ്ങനെ ഒരു പാരമ്പര്യമില്ല. ഞാൻ അതിലേക്ക് വരാം. ഇങ്ങനെ നിരന്തരമായ ഇത് കേവലം ജമാഅത്തെ ഇസ്ലാമിക്ക് നേരെയുള്ള വിമർശനമല്ല. നേരത്തെ ഇവിടെ സൂചിപ്പിച്ചല്ലോ, ഇത് മുസ്ലിം സമുദായത്തെ മുഴുവനും കൃത്യമായി ടാർഗറ്റ് ചെയ്തുകൊണ്ട് മുസ്ലിം സമുദായത്തിന് നേരെ നിരന്തരമായ വംശീയമായ പ്രചരണം നടത്തിക്കൊണ്ട് മുസ്ലിം സമുദായത്തോടുള്ള വിദ്വേഷവും വെറുപ്പും ഈ രാജ്യത്തുള്ള കേരള സംസ്ഥാനത്തിനകത്തുള്ള മറ്റുള്ള മതവിഭാഗങ്ങൾക്കിടയിൽ വളരെ വ്യാപകമായി പ്രചരിപ്പിച്ചുകൊണ്ട് ഏതായാലും മുസ്ലിം വോട്ടിന് കിട്ടാൻ പോകുന്നില്ല, അതുകൊണ്ട് അപ്പുറത്തെ വോട്ട് പരമാവധി കൺസോളിഡേറ്റ് ചെയ്യുക, ഇതാണ് ലക്ഷ്യം. മുസ്ലിം സമുദായത്തിന്റെ വോട്ടിന് എന്തായാലും കിട്ടാൻ പോകുന്നില്ല, അപ്പുറത്തുള്ള വോട്ട് പരമാവധി ഞങ്ങൾക്ക് അനുകൂലമായി മാറ്റണമെന്ന അടിസ്ഥാനത്തിലാണ് ഈ പറയുന്ന എല്ലാ അജണ്ടകളും യഥാർത്ഥത്തിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് നിരന്തരമായ മുസ്ലിം വിദ്വേഷമാണ് ഇവർ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ വയനാട് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു. വയനാട് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് അവിടെ CPM-ന്റെ പിന്നെ വയനാട് ജില്ലാ സമ്മേളനത്തിൽ പങ്കെടുത്തത് CPM-ന്റെ പോളിറ്റ് ബ്യൂറോ അംഗമായ CPM-ന്റെ തലമുതിർന്ന നേതാക്കന്മാരിൽ ഒരാളായ പാലക്കാട് നിയോജക മണ്ഡലത്തിൽ കഴിഞ്ഞ 2024 തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച A വിജയരാഘവന വായ തുറന്നു കഴിഞ്ഞാൽ, അയാളുടെ വായ തുറന്നു കഴിഞ്ഞാൽ ഇസ്ലാമിനെതിരെ പറയാതെ ഒരു പത്രസമ്മേളനം നടത്താനോ ഒരു പ്രസംഗം നടത്താനോ A വിജയരാഘവന് സാധിക്കുകയില്ല. അയാൾ നടത്തിയ ഇസ്ലാം വിരുദ്ധ പ്രസംഗങ്ങളുടെയും പ്രസ്താവനകളുടെയും പട്ടിക എന്റെ പ്രസംഗത്തിൽ ഞാൻ നിരത്താൻ വേണ്ടി തീരുമാനിച്ചു കഴിഞ്ഞാൽ എന്റെ പ്രസംഗം സുബൈ ബാങ്ക് കൊടുത്താൽ അവസാനിക്കൂല. അത്രമാത്രം എനിക്ക് പറയാനുണ്ട്. അത്രമാത്രം നിരന്തരമായ ഇസ്ലാമോഫോബിയെ പ്രചരിപ്പിക്കുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലെ നമ്പർ 1 നേതാവ് ആര് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന്റെ ഉത്തരമാണ് A വിജയരാഘവൻ. വയനാട് ജില്ലാ സമ്മേളനത്തിൽ പങ്കെടുത്തുകൊണ്ട് പറഞ്ഞതെന്താ? പ്രിയങ്ക ഗാന്ധിയും അതേപോലെ തന്നെ രാഹുൽ ഗാന്ധിയും ഒക്കെ ഈ വയനാട്ടിൽ നിന്ന് ജയിച്ചു പോയത് മുസ്ലിം വർഗീയവാദികളുടെ വോട്ടിന്റെ പിൻബലത്തിലാണ്. ജമാഅത്തെ ഇസ്ലാമിയെ കുറിച്ചല്ല പറഞ്ഞത്, മുസ്ലിം സമുദായത്തിന്റെ മുസ്ലിം വർഗീയവാദികളുടെ എല്ലാ വിധത്തിലുള്ള പിന്തുണയും ഇവർ രണ്ടുപേരുടെയും മുമ്പിലും പിന്നിലും മുസ്ലിം വർഗീയവാദികളായിരുന്നു എന്ന് പറഞ്ഞതാരാ? A വിജയരാഘവൻ. CPM-ന്റെ ഉത്തരവാദിത്തപ്പെട്ട പോളിറ്റ് ബ്യൂറോ അംഗം വളരെ പരസ്യമായി പറഞ്ഞു. അതിനെ ന്യായീകരിച്ചുകൊണ്ട് അതിനെ മേലൊപ്പ് ചേർത്തിക്കൊണ്ട് പിന്നെ വന്നതാരാ? ഗോവിന്ദൻ മാഷ് എന്ന് പറയുന്ന പാർട്ടി സെക്രട്ടറി. പിന്നെ ഇതിന് ഔദ്യോഗികത എന്നല്ലാണ്ട് വേറെന്താ പറയാൻ പറ്റുക? വളരെ പരസ്യമായി ഇതുപോലെയുള്ള അങ്ങേറ്റത്തെ ഇസ്ലാം വിരുദ്ധതയും മുസ്ലിം സമുദായത്തോടുള്ള വിദ്വേഷവും നിരന്തരമായി ഉൽപ്പാദിപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോകുമ്പോൾ RSS-ന് ഇവിടെ മരുന്നിട്ട് കൊടുക്കുന്ന പണി. RSS-ന് മരുന്നിട്ട് കൊടുക്കരുത് എന്ന് കേരളത്തിൽ ഒരുപക്ഷെ ആദ്യമായി പറഞ്ഞത് നിയമസഭയിൽ വെച്ചുകൊണ്ട് പിണറായി വിജയന. അതിന്റെ സാഹചര്യം നിങ്ങൾക്കറിയാം. ഇവിടെ മുജാഹിദ് വിഭാഗത്തിൽപ്പെട്ട പ്രധാനപ്പെട്ട വിസ്ഡം ഗ്രൂപ്പ്, ആ വിസ്ഡം ഗ്രൂപ്പിന്റെ ഒരു ക്യാമ്പയിനുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു പ്രചരണം എറണാകുളം ജില്ലയിലെ പറവൂരിൽ വെച്ച് നടക്കുമ്പോൾ RSS-കാർ അവരെ കൈകാര്യം ചെയ്തു. RSS-കാര് അവരെ പിടികൂടി കൈകാര്യം ചെയ്തപ്പോ കേരളത്തിന്റെ രാഷ്ട്രീയത്തിൽ അത് വലിയ കോലാഹലമുണ്ടാക്കി. ആ സമയത്ത് അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വിഷയം കേരളത്തിന്റെ നിയമസഭയിൽ ചർച്ചക്ക് വന്നപ്പോ ആ ചർച്ചക്ക് മറുപടി പറഞ്ഞുകൊണ്ട് പിണറായി വിജയൻ എന്ന് പറഞ്ഞത് മുജാഹിദുകാരെ ഉപദേശിച്ചതാ, നിങ്ങൾ RSS-കാർക്ക് മരുന്നിട്ട് കൊടുക്കരുത്. ഇവിടെ ജമാഅത്തെ ഇസ്ലാമിക്കാരും മുജാഹിദും സുന്നികളും ഒന്നും RSS-ന് മരുന്നിട്ട് കൊടുക്കുന്നില്ല. RSS-ന് കേരളത്തിൽ ആരെങ്കിലും മരുന്നിട്ട് കൊടുക്കുന്നുണ്ടെങ്കിൽ ആ പാർട്ടിയുടെ പേര് CPM എന്ന. ആർക്കെങ്കിലും സംശയമുണ്ടോ? ഒരു സംശയവുമില്ല. CPM മാത്രമാണ് RSS-ന് നിരന്തരമായി ഇവിടെ മരുന്നിട്ട് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. സംശയലേശമെന്നേ നമുക്ക് പറയാൻ കഴിയും. ഉത്തരേന്ത്യയിൽ അല്ലെങ്കിൽ ഇന്ത്യ രാജ്യത്തെ ഏറ്റവും വർഗീയവാദിയായ മുഖ്യമന്ത്രി എന്ന് പറഞ്ഞാൽ നമ്മുടെ മനസ്സിലേക്ക് ഓടി വരുന്ന ഒന്നാമത്തെ പേര് ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ നമ്പർ 1 ഉത്തർപ്രദേശ് എന്ന് പറയുന്ന സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് അല്ലേ?
യോഗി ആദിത്യനാഥ് ഇന്ത്യ രാജ്യത്ത് ലവ് ജിഹാദ് ഉണ്ട് എന്ന് തറപ്പിച്ചും ഉറപ്പിച്ചും പറഞ്ഞു. എന്തായിരുന്നു റെഫറൻസ്? എന്ത് റെഫറൻസിലാ പറഞ്ഞത്? ഇന്ത്യയില് ലവ് ജിഹാദ് ഉണ്ട്, അതുകൊണ്ട് ഇന്ത്യ രാജ്യത്ത് മതപരിവർത്തന നിരോധന നിയമം കൊണ്ടുവരണം. ഞങ്ങൾ യുപിയിൽ ആ നിയമം നടപ്പിലാക്കാൻ വേണ്ടി പോവുകയാണ്. കാരണം കേരളത്തിന്റെ മുഖ്യമന്ത്രിയായ അച്യുതാനന്ദൻ ഈ ലവ് ജിഹാദ് ഉണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട് എന്ന റെഫറൻസിന് മുന്നിൽ വെച്ചുകൊണ്ടാണ് യുപിയിലെ മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് ആ യുപിയിൽ ഇങ്ങനെ ഒരു നിയമം കൊണ്ടുവരാൻ വേണ്ടി മുന്നോട്ട് വന്നത് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. എത്ര ഉദാഹരണങ്ങൾ നമുക്ക് ചൂണ്ടിക്കാണിക്കാൻ കഴിയും? ഇന്ത്യ രാജ്യത്ത് CAA NRC സമരം കൊടുമ്പിരി കൊണ്ടുകൊണ്ടിരിക്കുമ്പോ ഇന്ത്യ രാജ്യത്തിന്റെ സകല മുഖമൂലകളിലും പട്ടണങ്ങളെന്നോ ഗ്രാമങ്ങളെന്നോ വ്യത്യാസമില്ലാതെ CAA NRC വിരുദ്ധ സമരം കത്തി നിന്നുകൊണ്ടിരിക്കുമ്പോ ഇന്ത്യ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി പറഞ്ഞു, ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്ന CAA NRC സമരത്തിൽ വർഗീയവാദികളും ഭീകരവാദികളും തീവ്രവാദികളും രാജ്യദ്രോഹികളും നുഴഞ്ഞു കയറിക്കൊണ്ടാണ് ഈ സമരം നടത്തിക്കൊണ്ടിരിക്കുന്നത്. എന്തായിരുന്നു റെഫറൻസ്? പിണറായി വിജയനെ റെഫർ ചെയ്തുകൊണ്ട് കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞിട്ടുണ്ട്. എന്താ പറഞ്ഞത്? CAA NRC സമരത്തിൽ ഭീകരവാദികളും തീവ്രവാദികളും നുഴഞ്ഞു കയറിയിട്ടുണ്ട് എന്ന റെഫറൻസ് പറഞ്ഞുകൊണ്ടാണ് ഇന്ത്യയുടെ പ്രധാനമന്ത്രി ഈ രാജ്യത്ത് നടന്നുകൊണ്ടിരിക്കുന്ന സമരത്തിന് പിന്നിൽ തീവ്രവാദികളാണ് എന്ന് പറയുന്നത്. നേരത്തെ പറഞ്ഞ A വിജയരാഘവന്റെ പ്രസ്താവന ഉണ്ടല്ലോ, ആ പ്രസ്താവനയെ ചുവട് പിടിച്ചുകൊണ്ടാണ് മഹാരാഷ്ട്രയിലെ ഒരു മന്ത്രി കഴിഞ്ഞ ദിവസം പറഞ്ഞത് കേരളം എന്ന് പറഞ്ഞാൽ മിനി പാകിസ്ഥാനാണ്. അദ്ദേഹം റെഫർ ചെയ്തത് A വിജയരാഘവന്റെ കോട്ടിംഗാണ്. A വിജയരാഘവന്റെ കോട്ടിംഗ് പറഞ്ഞുകൊണ്ടാണ് കേരളം എന്ന് പറഞ്ഞാൽ മിനി പാകിസ്ഥാനാണ്. മുഖ്യമന്ത്രി അതിനെതിരെ ആഞ്ഞു സംസാരിച്ചു. യഥാർത്ഥത്തിൽ മുഖ്യമന്ത്രിക്ക് അതിനെതിരെ ഒരക്ഷരം ഉരിയാടാനുള്ള അവകാശമുണ്ടോ? ഇല്ല എന്ന് സംശയലേശമെന്നെ നമുക്ക് പറയാൻ കഴിയും. കാരണം എന്താ? നമ്മുടെ തൊട്ടടുത്ത ജില്ലയായ മലപ്പുറം ജില്ലയിലെ പാർട്ടി സമ്മേളനം കഴിഞ്ഞ ദിവസം താനൂരിൽ വെച്ച് നടന്നു. മുഖ്യമന്ത്രിയായിരുന്നു ഉദ്ഘാടനം ചെയ്തത്. ആ ഉദ്ഘാടനം ചെയ്ത സമ്മേളനത്തിന്റെ ഭാഗമായി ഒരു സ്മരണിക പുറത്തിറക്കിയിരുന്നു. ആ സ്മരണികയിൽ ബഹുമാന്യനായ CPM-ന്റെ ഉത്തരവാദിത്തപ്പെട്ട നേതാക്കന്മാരിൽ മുസ്ലിം നേതാവ് കൂടിയായ പാലോളി മുഹമ്മദ് കുട്ടിയുടെ ഒരു ലേഖനമുണ്ട്. അതൊരു പാവ മനുഷ്യനാണ്. അദ്ദേഹം ഇന്ന് വിശ്രമത്തില. വയസ്സാങ്കാലത്ത് വിശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ആ മനുഷ്യനെ വെറുതെ പുറത്തിട്ട് വിവാദം ഉണ്ടാക്കവര്. അയാളുടെ പേരിൽ ഒരു ലേഖനമുണ്ട്. എന്താ ലേഖനം എന്നറിയോ? ഇന്ത്യയില് പാകിസ്ഥാൻ വാദം ഏറ്റവും ശക്തമായി ഉന്നയിച്ചത് മലപ്പുറം ജില്ലയിൽ നിന്നാണ്. മലപ്പുറം ജില്ലയിൽ നിന്നാണ് പാകിസ്ഥാന് വേണ്ടിയുള്ള ഏറ്റവും ശക്തമായ വാദം ഉന്നയിച്ചത്. അതിന്റെ പിന്നിൽ അന്ന് മുസ്ലിം ലീഗിന്റെ നേതാവായിരുന്ന സീതി സാഹിബ് ഉൾപ്പെടെയുള്ള ആളുകളാണ് ആ സമരത്തിന്റെ പിന്നിൽ പിന്നെ പാകിസ്ഥാൻ വാദത്തിന് വേണ്ടി ശക്തമായി ഉണ്ടായിരുന്നത് എന്ന് പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്ത മലപ്പുറം ജില്ലാ സമ്മേളനത്തിന്റെ സ്മരണികയിൽ CPM-ന്റെ തന്നെ ഉത്തരവാദിത്തപ്പെട്ട മുസ്ലിം നേതാവിന്റെ ലേഖനം ഉൾപ്പെടെ പ്രസിദ്ധീകരിച്ചുകൊണ്ട് ഇവിടെ പ്രചരിപ്പിക്കുമ്പോ മഹാരാഷ്ട്രയിലെ മന്ത്രി കേരളത്തെ കുറിച്ച് മിനി പാകിസ്ഥാൻ എന്ന് പറഞ്ഞാൽ എന്തിനാ നിങ്ങൾ ഇങ്ങനെ വല്ലാണ്ട് വെകിളി പിടിക്കുന്നത് എന്ന് മാത്രമല്ലല്ലോ, ഈ അടുത്ത് PC ജോർജ് എന്ന് പറഞ്ഞാൽ എന്താ നമുക്കറിയാം. കേരളത്തിലെ ഏറ്റവും വലിയ വർഗീയ വിഷം തുപ്പുന്ന നേതാക്കന്മാരിൽ ഒരാളായി PC ജോർജ് മാറിക്കഴിഞ്ഞു. ജനം TV-യിൽ എന്തോ ഒരു ചർച്ചയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുമ്പോ ആകപ്പാടെ പ്രഷറടിച്ച് അദ്ദേഹം പറയുന്നുണ്ട്, ഇന്ത്യയിലെ എല്ലാ മുസ്ലിങ്ങളും വർഗീയവാദികളാണ്, ഇന്ത്യയിലെ എല്ലാ മുസ്ലിങ്ങളും ഭീകരവാദികളാണ്, തീവ്രവാദികളാണ്, അവര് ഹറാം പിന്നാളുകളാണ് എന്നാ പറയുന്നത്. ഹറാം പറന്നവരായ ഇവിടെയുള്ള മുസ്ലിങ്ങളെല്ലാം പാകിസ്ഥാനിൽ പോണം എന്ന് പരസ്യമായി പറഞ്ഞപ്പോ കേരളത്തിന്റെ വ്യത്യസ്തമായ പോലീസ് സ്റ്റേഷനുകളിൽ വെൽഫെയർ പാർട്ടി കേസ് കൊടുത്തിട്ടുണ്ട്, സോളിഡാരിറ്റി കേസ് കൊടുത്തിട്ടുണ്ട്, മുസ്ലിം ലീഗ് കേസ് കൊടുത്തിട്ടുണ്ട്, പലരും കൊടുത്തിട്ടുണ്ട്. പക്ഷേ കേരളത്തിന്റെ മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിലുള്ള ആഭ്യന്തര വകുപ്പ് ഇന്നേ വരെ ഒരു കേസ് പോലും പരിഗണിച്ചുകൊണ്ട് ആ കേസിന്റെ പിന്നാലെ പോയി PC ജോർജിന്റെ ഈ നെറികെട്ട വർത്തമാനത്തിനെതിരെ ഒരു കൂച്ചുവിലങ്ങടാൻ ഒരു നിലക്കും തയ്യാറില്ലാത്ത പിണറായി വിജയൻ ഇതുപോലെയുള്ള കേരളത്തിന്റെ പുറത്തൊരു പ്രസ്താവന പറയുമ്പോൾ അതിനെതിരെ ആഞ്ഞടിക്കുന്നതിന് എന്തർത്ഥമുള്ളത്? ഞാൻ പറയുന്നത്, ഇങ്ങനെ രാഷ്ട്രീയ കാപട്യത്തിന്റെ ഭീകരമായ അജണ്ടകളുമായി ഇവിടെ CPM-ന്റെ നേതൃത്വത്തിൽ ഇന്ന് ഇടതുപക്ഷം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോ RSS-നും മരുന്നിട്ടുകൊണ്ടിരിക്കുന്ന പ്രവർത്തനങ്ങൾ. തൃശ്ശൂരിൽ നിന്ന് ആദ്യമായി BJP-ക്ക് ഒരു MP ഉണ്ടായി. ഇന്ത്യയുടെ കേരളത്തിന്റെ ചരിത്രത്തിൽ ആദ്യത്തെ സംഭവം
ഒരുപക്ഷെ 2024 തെരഞ്ഞെടുപ്പിൽ BJP 400 ബാർ എന്ന് പറഞ്ഞ 400-ലധികം വരുന്ന സീറ്റുകൾ മൃഗീയമായി നേടിയെടുത്ത് ഇന്ത്യ രാജ്യത്തിന്റെ ഭരണഘടന തന്നെ തിരുത്തി ഇന്ത്യയെ ഒരു ഹിന്ദു രാഷ്ട്രമായി ഈ ടേമിൽ പ്രഖ്യാപിക്കണമെന്ന് ഉറപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോകുമ്പോൾ അതിനെതിരെ അവർക്കേറ്റ ശക്തമായ രാഷ്ട്രീയ തിരിച്ചടിയായി ഇന്ത്യ മുന്നണിയുടെ നേതൃത്വത്തിലുള്ള മുന്നേറ്റം മാറിയപ്പോ അതിനെയെല്ലാം മറികടക്കാൻ അവർക്ക് കിട്ടിയ ഒന്നാമത്തെ ആശ്വാസം എന്ന് പറയുന്നത് കേരളത്തിൽ നിന്ന് ഒരു MP ഉണ്ടായി എന്നുള്ളതാണ്. അതുകൊണ്ടാണ് നരേന്ദ്രമോദിയുടെ അദ്ദേഹം പിന്നെ ഈ ടേമിൽ ഉത്തരവാദിത്വം ഏറ്റെടുക്കുന്നതിന് മുമ്പ് അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പിന്റെ റിസൾട്ട് വന്നതിന് ശേഷം ആദ്യം നടത്തിയ പ്രസംഗത്തിൽ ഏറ്റവും പ്രധാനമായും എടുത്തു പറഞ്ഞത് ഞങ്ങൾക്ക് കേരളത്തിൽ നിന്ന് ഒരു MP ഉണ്ടായിരിക്കുന്നു എന്നാണ്. ആരാ MP കൊടുത്തത്? BJPയുടെ രാഷ്ട്രീയമായ സ്വന്തമായ ഒരു കഴിവുകൊണ്ട് മാത്രം നേടിയതാണോ? അല്ല എന്ന് നിങ്ങൾ ഒന്നാമതായി നിങ്ങളുടെ തന്നെ മുന്നണിയിൽപ്പെട്ട CPI-ക്കാരോട് ചോദിച്ചാൽ അവര് പറയും. കാരണം അവരാണ് അതിന്റെ അടിയേറ്റ ഒന്നാമത്തെ വിഭാഗം, അല്ലേ? തൃശൂർ പൂരവുമായി ബന്ധപ്പെട്ടുകൊണ്ട് തൃശൂർ പൂരം തന്നെ കലക്കാനിട്ട് കൊടുത്തുകൊണ്ട് ഏത് നിലക്കും സംഘപരിവാറിന്റെ രാഷ്ട്രീയ അജണ്ടകൾ നടപ്പിലാക്കാൻ പറ്റുന്ന നല്ല മണ്ണായി ആ തൃശൂരിന്റെ മണ്ണിനെ മാറ്റിക്കൊടുക്കുന്നതിൽ പിണറായി വിജയനും ആഭ്യന്തര വകുപ്പിനും ADGP-യായ അജിത് കുമാറിനുമുള്ള പങ്ക് എന്താണ് എന്ന് രാഷ്ട്രീയ കേരളം വളരെ പരസ്യമായി തിരിച്ചറിഞ്ഞ് മുന്നോട്ട് പോകുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ പറയും ജമാഅത്തെ ഇസ്ലാമി RSS-കാരുമായി ചർച്ച നടത്തി. നിങ്ങളാണ് RSS-മായി രാഷ്ട്രീയ ചർച്ചകൾ ഉണ്ടാക്കി മുന്നോട്ട് പോകുന്നവർ. ജമാഅത്തെ ഇസ്ലാമി ഒരു RSS-ന്റെയും ചർച്ച നടത്തിയിട്ടില്ല. ജമാഅത്തെ ഇസ്ലാമിക്കും RSS-നും തമ്മിൽ അങ്ങനെ ഒരു ചർച്ച നടത്തേണ്ട ആവശ്യവുമില്ല. ഇവിടെ ചർച്ച നടന്നിട്ടുണ്ടെങ്കിൽ ഇന്ത്യയിലെ പ്രബലമായ മുസ്ലിം സമുദായത്തിലെ എല്ലാ വിഭാഗങ്ങളും എന്ന് പറഞ്ഞാൽ അഖിലേന്ത്യാ ജമിയത്തുൽ ഉലമ എന്ന് പറയുന്ന അർഷദ് മദനിയുടെയും മഹ്മൂദ് മദനിയുടെയും നേതൃത്വത്തിലുള്ള രണ്ട് പ്രധാനപ്പെട്ട മുസ്ലിം വിഭാഗമുണ്ട്. ഇന്ത്യ രാജ്യത്തിലെ മഹാഭൂരിപക്ഷം വരുന്ന മുസ്ലിങ്ങളെയും പ്രതിനിധീകരിക്കുന്ന രണ്ട് വിഭാഗമാണിവർ. അതേപോലെ തന്നെ ഉത്തരേന്ത്യയിലെ ബറേൽവികൾ എന്ന് പറയുന്ന വിഭാഗത്തിന്റെ നേതാക്കന്മാർ, അതേപോലെ മുസ്ലിം സമുദായത്തിന്റെ മറ്റുള്ള വിഭാഗങ്ങളുടെയും പ്രതിനിധികളും ജമാഅത്തെ ഇസ്ലാമിയുടെ പ്രതിനിധികളും ഇന്ത്യ രാജ്യത്തെ മുസ്ലിം സമുദായം അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങൾ എന്തെല്ലാമാണ് എന്ന് വളരെ കൃത്യമായി അക്കമിട്ട് പറഞ്ഞുകൊണ്ട് ഇത് പരിഹരിക്കണമെന്ന് ആർജവത്തോടെ ആവശ്യപ്പെട്ടുകൊണ്ട് നടത്തിയ ചർച്ചയെ നിങ്ങൾ ജമാഅത്തെ ഇസ്ലാമിയും RSS-ഉം തമ്മിലുള്ള ചർച്ചയായി ചിത്രീകരിച്ചുകൊണ്ട് ആളുകൾക്കിടയിൽ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ ഇതെന്തിന്റെ പേരിലാണെന്ന് ഞങ്ങൾക്ക് നന്നായിട്ട് അറിയാം. എന്തിന്റെ പേരിലാ? യഥാർത്ഥത്തിൽ RSS-ഉമായിട്ട് രഹസ്യ ചർച്ച നടത്തിയത് ആരാ? ശ്രീ M-ന്റെ മധ്യസ്ഥതയിൽ തിരുവനന്തപുരത്ത് നടത്തിയ ചർച്ചയിൽ എന്തായിരുന്നു ആ ചർച്ചയുടെ യഥാർത്ഥ അജണ്ട എന്ന് ഇന്നേ വരെ CPM ഈ രാജ്യത്തുള്ള ജനങ്ങളോട് തുറന്നു പറയാൻ തയ്യാറായിട്ടുണ്ടോ? നിങ്ങൾക്ക് പറയാൻ സാധിക്കുകയില്ല. കാരണം അതിൽ രാഷ്ട്രീയപരമായ ഒരുപാട് അവിശുദ്ധമായ ബന്ധങ്ങളുടെ എല്ലാവിധ അജണ്ടകളും ഉൾക്കൊള്ളുന്ന ചർച്ചകളായിരുന്നു ആ ചർച്ചയിൽ ഉണ്ടായിരുന്നത് എന്ന് രാഷ്ട്രീയ പ്രബുദ്ധ കേരളം തിരിച്ചറിഞ്ഞു കഴിഞ്ഞ കാര്യം. ഇതിനെ മറച്ചു പിടിക്കാൻ വേണ്ടിയിട്ട് ജമാഅത്തെ ഇസ്ലാമിയും RSS-ഉം തമ്മിൽ ആരിഫ് അലി സാഹിബ് എന്നാ പറയാം. ആരിഫ് അലി സാഹിബ് ആ ചർച്ചയുടെ ഭാഗം തന്നെയല്ല. കേരളത്തിന്റെ ജമാഅത്തെ ഇസ്ലാമിയുടെ നേതാവായ ആരിഫ് അലി സാഹിബിന്റെ നേതൃത്വത്തിൽ ചർച്ച നടത്തിയെന്ന് ഇവരും നിരന്തരമായി നട്ടാൽ മുളക്കാത്ത പച്ചക്കള്ളം നിരന്തരമായി ആവർത്തിച്ചുകൊണ്ട് ഗീബൽസിയം തിയറി എന്ന് പറയില്ലേ? എന്താ ഗീബൽസിയം തിയറി എന്ന് പറഞ്ഞാല് ഒരു നുണ ഒരുപാട് ആവർത്തി ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ അത് സത്യമാണെന്ന് ജനങ്ങൾ വിശ്വസിച്ചുകൊള്ളും. ജർമ്മനിയിലെ ഹിറ്റ്ലർ എന്ന് പറയുന്ന ലോകം കണ്ട ഏറ്റവും വലിയ ഏകാധിപതിയും സ്വേച്ഛാധിപതിയുമായ ഫാസിസ്റ്റ് ഭരണാധികാരിയുടെ പ്രൊപ്പഗണ്ട മിനിസ്റ്ററായിരുന്നു ജോസഫ് ഗീബൽസ്. എന്തിനാ ജോസഫ് ഗീബൽസിനെ ഇങ്ങനെ ഒരു മന്ത്രിയായിട്ട് നിശ്ചയിച്ചത്? നിരന്തരമായി കള്ളങ്ങൾ പറയുക, നിരന്തരമായി കള്ളങ്ങൾ പറഞ്ഞുകൊണ്ട് ആ കള്ളങ്ങൾ സത്യമാണെന്ന് ജർമ്മനിയിലുള്ള ജനങ്ങളെ വിശ്വസിപ്പിച്ചുകൊണ്ട് അവിടെയുള്ള ജൂതന്മാരെ വംശീയമായ ഉന്മൂലനം ചെയ്യാൻ വേണ്ടിയുള്ള അജണ്ടകളാണ് അതിന്റെ പേരിൽ അവർ നടപ്പിലാക്കിയിരുന്നത് എന്ന് വളരെ കൃത്യമായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ജമാഅത്തെ ഇസ്ലാമി ഈ രാജ്യത്ത് ഒരു തുറന്ന പുസ്തകമാണ്. ജമാഅത്തെ ഇസ്ലാമി ഓട് പൊളിച്ചുകൊണ്ട് കടന്നു വന്ന പ്രസ്ഥാനമല്ല. ജമാഅത്തെ ഇസ്ലാമി മുണ്ടിട്ടുകൊണ്ടല്ല കേരളത്തിന്റെയും ഇന്ത്യയുടെയും രാഷ്ട്രീയ മണ്ഡലത്തിലേക്ക് തിരിച്ചു വന്നിട്ടുള്ളത്. മറിച്ച് 1948 ഇന്ത്യ രാജ്യത്തിന് സ്വാതന്ത്ര്യം കിട്ടിയതിനു ശേഷം ഏകദേശം 4 മാസങ്ങൾ കഴിഞ്ഞപ്പോ ഇന്ത്യ രാജ്യത്ത് ജമാഅത്തെ ഇസ്ലാമി മൗലാന അബുൽ ഐസ് ഇസ്ലാഹി നദവിയുടെ നേതൃത്വത്തിൽ പുനഃസംഘടിപ്പിച്ച് അതിന്റെ പ്രവർത്തനങ്ങൾ വ്യവസ്ഥാപിതമായി പ്രവർത്തിച്ചു തുടങ്ങിയിട്ടുണ്ട്. സുതാര്യമായ പ്രവർത്തനങ്ങൾ. ജമാഅത്തെ ഇസ്ലാമിയുടെ ഭരണഘടന നിങ്ങൾക്ക് മാർക്കറ്റിൽ
പൈസ കൊടുത്താൽ വാങ്ങാൻ കിട്ടുന്ന ഒരു പുസ്തകം. IPH ബുക്ക് സ്റ്റാളിൽ പോയി 50 ഉറുപ്പിക എടുത്തു കഴിഞ്ഞാൽ ആ പുസ്തകം നിങ്ങൾക്ക് വായിക്കാൻ കിട്ടും. ഇനി പൈസ അല്ലെങ്കിൽ ഒരു എളുപ്പവഴി പറഞ്ഞുതരാം. ജമാഅത്തെ ഇസ്ലാമിയുടെ സൈറ്റിൽ പോയി കഴിഞ്ഞാൽ ഫ്രീ ആയിട്ട് വായിക്കാം. ആ സൈറ്റിൽ പോയി നിങ്ങൾ ജസ്റ്റ് അതൊന്ന് വായിക്കാം. എന്താണ് ജമാഅത്തെ ഇസ്ലാമി എന്ന് മനസ്സിലാവും. ഇതൊന്നും അറിയാതെ, അതിനെക്കുറിച്ചൊന്നും ഒരക്ഷരവും അല്ലെങ്കിൽ ഒരു നിലക്കും വസ്തുതാപരമായ ഒരു പഠനവും നടത്താതെ ജമാഅത്തെ ഇസ്ലാമിക്കാര് ഭീകരവാദികളാണ്, ജമാഅത്തെ ഇസ്ലാമിക്കാര് തീവ്രവാദികളാണ്, ജമാഅത്തെ ഇസ്ലാമിക്കാരാണ് ആകപ്പാടെ കുഴപ്പം. അവരാണ് ഈ രാജ്യത്ത് സകലവിധ വിധ്വംസക പ്രവർത്തനങ്ങൾക്കും നേതൃത്വം നൽകിക്കൊണ്ടിരിക്കുന്നത്. എന്നിങ്ങനെ വച്ച് കാച്ചിക്കൊണ്ടിരിക്കാം. എന്നാ ഇതിന്റെ എന്താ എവിഡൻസ്? എന്ത് തെളിവിന്റെ അടിസ്ഥാനത്തിലായി പറയുന്നത്? തെളിവ് പറയാൻ ഞങ്ങൾക്ക് പലതുണ്ട്. എത്രത്തോളം ഈ ഇസ്ലാമിക സമൂഹത്തെ, മുസ്ലിം സമുദായത്തെ നിങ്ങൾ ദുരുപയോഗം ചെയ്യുന്നുണ്ട് എന്ന് കേരളത്തിന്റെ രാഷ്ട്രീയം ഒരുപാട് തവണ തിരിച്ചറിഞ്ഞിട്ടുണ്ടല്ലോ. TP ചന്ദ്രശേഖരൻ എന്ന് പറയുന്ന പാവപ്പെട്ട അവരുടെ തന്നെ കൂടുണ്ടായിരുന്ന മനുഷ്യനെ 51 വെട്ടുവെട്ടിക്കൊണ്ട് ക്രൂരമായി കൊന്നപ്പോ ആ കൊന്ന കൊലയാളികൾ പോയ കാറിന്റെ പിന്നിൽ മാഷാ അല്ലാഹ് സ്റ്റിക്കർ ഒട്ടിച്ചവർ ആരാണ്? എന്തിന്റെ പേരിലാണ് നിങ്ങൾ ഒട്ടിച്ചത്? ആരെ കബളിപ്പിക്കാനായിരുന്നു? അതിന്റെ പിന്നിൽ മുസ്ലിങ്ങളാണ് എന്ന് ആളുകളെ തെറ്റിദ്ധരിപ്പിക്കുവാൻ വേണ്ടി മാഷാ അല്ലാഹ് സ്റ്റിക്കർ ഒട്ടിച്ച നിങ്ങൾ വടകരയില് ഷാഫി ശക്തമായ മുന്നേറ്റം നടത്തിയപ്പോ ആ ഷാഫിയെ പരാജയപ്പെടുത്താൻ വേണ്ടി കാഫിറിനെ നിങ്ങൾ കൊണ്ടുവന്നു അല്ലെ? കാഫിർ സ്ക്രീൻഷോട്ട് അവസാന നിമിഷം ഇലക്ഷൻ നടക്കുന്നതിന്റെ തലേ ദിവസം സോഷ്യൽ മീഡിയയിൽ ഒരു കാഫിർ സ്ക്രീൻഷോട്ട് പ്രത്യക്ഷപ്പെടാം. എന്താ സംഭവം? നിങ്ങൾ ശ്രീമതിക്കെങ്ങാനും വോട്ട് ചെയ്തു കഴിഞ്ഞാൽ ശ്രീമതി കാഫിറാണ്, മുസ്ലിമായ എനിക്കാണ് നിങ്ങൾ വോട്ട് ചെയ്യേണ്ടത് എന്ന് ഷാഫിയെ കുറിച്ച് പറയുന്നത് പോലെയുള്ള ഒരു സാധനം ആരാ പുറത്തുവിട്ടത്? ഇവിടെ CPM-ന്റെ ഉത്തരവാദിത്തപ്പെട്ട നേതാക്കന്മാർ അവസാനത്തെ വൃത്തികെട്ട രാഷ്ട്രീയ അടവും പയറ്റുന്നതിന്റെ ഭാഗമായി മുസ്ലിം സമുദായത്തെ തെറ്റിദ്ധരിപ്പിക്കുവാൻ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിന്റെ അവസാനത്തെ ദിവസത്തിൽ പത്രങ്ങളിൽ, കേരളത്തിലെ പ്രധാനപ്പെട്ട 2 മുസ്ലിം പത്രങ്ങളിൽ, 2 പ്രധാനപ്പെട്ട പത്രങ്ങളിലും പരസ്യം വന്നു. എന്തായിരുന്നു പരസ്യം? സന്ദീപ് വാര്യർ കോൺഗ്രസിലേക്ക് വന്നു. അതിന്റെ മുമ്പ് സന്ദീപ് വാര്യർ കോൺഗ്രസിലേക്ക് വന്നപ്പോ കോൺഗ്രസിലേക്ക് വന്ന സന്ദീപ് വാര്യരുടെ ഫോട്ടോ വെച്ചുകൊണ്ട് ഇവിടെ നടത്തിയ പ്രചരണം എത്രമാത്രം വൃത്തികെട്ട പ്രചരണമായിരുന്നു. ആ പ്രചരണത്തിന് നേതൃത്വം നൽകിയത് ആരാ? CPM അല്ലേ? ഇങ്ങനെ വളരെ അങ്ങേറ്റത്തെ വിധ്വംസപരമായ മുസ്ലിം സമുദായത്തെ നിരന്തരമായി തെറ്റിദ്ധരിപ്പിക്കുകയും മുസ്ലിം സമുദായത്തോടുള്ള വെറുപ്പും വിദ്വേഷവും ആളിക്കത്തിക്കുവാൻ വേണ്ടിയുള്ള പല വിധത്തിലുള്ള പ്രചരണങ്ങളും നടത്തിയ ആളുകൾ. ഇവിടെ എനിക്ക് തോന്നുന്നത് നമ്മുടെ പേങ്ങാട്ടിയങ്ങാടിയിൽ അടുത്ത കാലത്ത് ഒരു ചെറിയൊരു പ്രകടനം നടന്നു. CPM-ന്റെ DYFI-യുടെ പ്രവർത്തകരാണ് നടത്തിയെന്ന് എന്റെ ഓർമ്മ. എന്താ പ്രശ്നം എന്നറിയോ? ഭഗത് സിംഗിനെതിരെ മീഡിയ വണ്ടിന്റെ ഒരു റിപ്പോർട്ടർ എന്തോ സംഭവം നടത്തി എന്ന് പറഞ്ഞിട്ടാ അല്ലെ? കേരളത്തിൽ പല സ്ഥലങ്ങളിലും പ്രകടനം നടത്തി. ആ പ്രകടനം നടത്തിയ നിങ്ങൾ യഥാർത്ഥത്തിൽ ഇന്ത്യ രാജ്യത്ത് മുസ്ലിം സമുദായം അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന നീറുന്ന ഒരുപാട് പ്രശ്നങ്ങളുണ്ടല്ലോ. ആ പ്രശ്നങ്ങൾക്ക് നേരെ നിങ്ങൾക്ക് ചെറുവിരലല്ല പെരുവിരൽ ഉയർത്താനോ നിങ്ങൾ തയ്യാറാകുന്നില്ല. അതൊന്നും നിങ്ങളുടെ അജണ്ടയേ അല്ല. മറിച്ച് ഇത്തരം വിഷയങ്ങളെ നിങ്ങൾ അങ്ങേറ്റത്തെ പർവ്വതീകരിച്ചുകൊണ്ട് ആളുകൾക്കിടയിൽ തെറ്റിദ്ധാരണ നിരന്തരമായി പ്രചരിപ്പിക്കുവാൻ വേണ്ടി നിങ്ങൾ ശ്രമിക്കുമ്പോ നിങ്ങൾ നിരന്തരമായി ഇപ്പൊ പെരിയ കൂട്ടക്കൊല ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന സംഭവം. അതേപോലെ തന്നെ വാളയാറിലെ 2 പെൺകുട്ടികളെ കൊല ചെയ്ത പ്രശ്നമുണ്ട്. ഇതിന്റെയൊക്കെ പിന്നില് ഈ പറയുന്ന രാഷ്ട്രീയ നാടകം കളിക്കുന്ന ആളുകൾ തന്നെയാണ് എന്ന് കേരളത്തിന്റെ രാഷ്ട്രീയം നിരന്തരമായി തിരിച്ചറിഞ്ഞുകൊണ്ടിരിക്കുമ്പോ ഇതിൽ നിന്നൊക്കെ ജനങ്ങളുടെ ശ്രദ്ധ തെറ്റിക്കാൻ ആകപ്പാടുള്ള ഒരു മരുന്ന് എന്ന് പറയുന്നത് ജമാഅത്തെ ഇസ്ലാമിയാണ്. കേരളത്തിന്റെ പുറത്തു പോയി കഴിഞ്ഞാൽ ഇസ്ലാമോഫോബിയ പ്രചരിപ്പിക്കണമെങ്കിൽ ജമാഅത്തെ ഇസ്ലാമിന്ന് ആവശ്യമില്ല. ഒരു താടി വെച്ച ഒരു മനുഷ്യണ്ടായാൽ, അല്ലെങ്കിൽ തൊപ്പി വെച്ച ഒരു മനുഷ്യണ്ടായി കഴിഞ്ഞാൽ, ഒരു തലപ്പാവ് വെച്ച അല്ലെങ്കിൽ ഒരു സ്കാർഫ് ധരിച്ച ഒരു പെൺകുട്ടിയെ മുന്നിൽ വെച്ചുകൊണ്ട് ഇന്ത്യയിൽ ഇസ്ലാമോഫോബിയ പ്രചരിപ്പിക്കാൻ വളരെ എളുപ്പമാണ്. പക്ഷെ കേരളത്തിൽ അത് അത്ര വിലപ്പോകില്ല എന്ന് മനസ്സിലാക്കിയ CPM ജമാഅത്തെ ഇസ്ലാമിയെ മുന്നിൽ വെച്ചുകൊണ്ട് അത് നടത്തി കഴിഞ്ഞാൽ ഇവിടെയുള്ള മുസ്ലിം സമുദായത്തിലുള്ള മറ്റു വിഭാഗങ്ങളുടെ കൂടി പിന്തുണ നേടിയെടുക്കാം എന്ന കുറുക്കന്റെ അടവ് നടന്നല്ലോ. ആ കുറുക്കന്റെ അടവ് നയവുമായിട്ടാണ് ഈ പറയുന്ന നിലപാടുമായിട്ട് മുന്നോട്ട് പോകുന്നത്. പക്ഷേ കേരളത്തിലെ മുസ്ലിം സമുദായവും അത് തിരിച്ചറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. കേരളത്തിലെ മുസ്ലിം സമുദായത്തിൽ എപ്പോഴും തിരിച്ചറിയാത്ത ചില കൂട്ടരുണ്ട്. അത് വേറെ കാര്യം, അത് നമുക്ക് അങ്ങനെ വിടാം. അടുത്ത് കേരളത്തിലെ പ്രധാനപ്പെട്ട ഒരു മുസ്ലിം സമുദായത്തിന്റെ യുവജന വിഭാഗത്തിന്റെ സംസ്ഥാന സമ്മേളനം തൃശ്ശൂരിൽ വെച്ച് നടന്നു. 3 ദിവസം നീണ്ട സമ്മേളനമായിരുന്നു. ആ സമ്മേളനത്തിൽ ആകപ്പാടെ ചർച്ച എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ജമാഅത്തെ ഇസ്ലാമിക്കാര് മതരാഷ്ട്രവാദികളാണ്, ജമാഅത്തെ ഇസ്ലാമിക്കാര് തീവ്രവാദികളാണ്,
അവര് ഭീകരവാദികളാണ് എന്ന് അരക്ക് തുറപ്പിച്ച് വീണ്ടും വീണ്ടും ഉറപ്പിച്ചും തറപ്പിച്ചും പറയാൻ വേണ്ടി ഒരു സമ്മേളനം നടത്താം. യഥാർത്ഥത്തിൽ ആ സമ്മേളനത്തിൽ ഇവർ പറയേണ്ടത് എന്തായിരുന്നു? ഇന്ത്യ രാജ്യത്ത് മുസ്ലിം സമുദായത്തിന്റെ മസ്ജിദുകളുടെ അടിയാധാരം മാന്തിക്കൊണ്ട് അവിടെ ശിവലിംഗം സ്ഥാപിക്കുവാൻ വേണ്ടി RSSകാരും സംഘപരിവാറും നിരന്തരമായി ആക്രോശിച്ചുകൊണ്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുമ്പോ സമ്പൽ പള്ളിയിൽ 5 പാവപ്പെട്ട നിരപരാധികൾ ഷഹീദായി. എന്നിട്ടും ഇവരുടെ ആക്രോശവും ആക്രാന്തവും തീരാതെ ഇപ്പോ അലിഗഡിന് സമീപമുള്ള പള്ളിയുടെ അവകാശവാദം ഉന്നയിച്ചുകൊണ്ട് മുന്നോട്ട് പോകുമ്പോ അതിനെതിരെ ഒരക്ഷരം ഉരിയാടാത്ത സമ്മേളനത്തിൽ ആകപ്പാട പ്രശ്നം ജമാഅത്തെ ഇസ്ലാമിയാണ്. ഇന്ത്യ രാജ്യത്ത് സംഘപരിവാർ മുസ്ലിം സമുദായത്തെ വംശീയമായി ഉന്മൂലനം ചെയ്യുവാനുള്ള എല്ലാ അജണ്ടകളും നിരന്തരമായി പുറത്തെടുത്തുകൊണ്ട് നമുക്കറിയാമല്ലോ, മുസ്ലിം സമുദായത്തെ സാമ്പത്തികമായി തകർക്കാൻ വേണ്ടി ഒരു വശത്ത് ബുൾഡോസർ രാജ്, മറുവശത്ത് വഖഫ് ബിൽ ഭേദഗതി നിയമം കൊണ്ടുവന്നുകൊണ്ട് വഖഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ രാജ്യത്തെ മുസ്ലിം സമുദായത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രോപ്പർട്ടിയാണ്. ആ പ്രോപ്പർട്ടി മുഴുവനും കവർന്നെടുത്തുകൊണ്ട് മുസ്ലിം സമുദായത്തെ സാമ്പത്തികമായി തകർത്ത് ഇല്ലാതാക്കാൻ വേണ്ടി സംഘപരിവാറിന്റെ നേതൃത്വത്തിലുള്ള ഗവൺമെന്റ് എല്ലാ അജണ്ടകളും പുറത്തിട്ട് വരുമ്പോ അതിനെതിരെ എന്ന ഒരക്ഷരം പറയുന്ന ഒരു പ്രമേയം പോലും പാസ്സാക്കാത്ത സമ്മേളനത്തിൽ ആകെ പ്രശ്നം ജമാഅത്തെ ഇസ്ലാമിയ അല്ലെങ്കിൽ മുജാഹിദ് പ്രസ്ഥാനമാണ്. ഫലസ്തീനിൽ 14 മാസക്കാലത്തോളമായി നിരപരാധികളായ പിഞ്ചുമക്കൾ ഉൾപ്പെടെ നിരപരാധികളായ എട്ടും പോട്ടും തിരിയാത്ത പാവപ്പെട്ട ജനങ്ങളെ ഇസ്രായേലിന്റെ നെതന്യാഹുവിന്റെ നേതൃത്വത്തിലുള്ള സയനിസ്റ്റ് ഭീകരവാദികൾ ആ പാവപ്പെട്ട മനുഷ്യരെ ഇല്ലാതാക്കിക്കൊണ്ടിരിക്കുമ്പോ ഒരു ജനതയുടെ നിലനിൽപ്പ് തന്നെ അപകടപ്പെട്ടുകൊണ്ടിരിക്കുമ്പോ ആ പാപങ്ങൾക്ക് വേണ്ടി 2 കൈയും ഉയർത്തി ഒരു തുള്ളി കണ്ണുനീര് ഒറ്റിക്കൊണ്ട് പ്രാർത്ഥിക്കുവാൻ സമയം കണ്ടെത്താത്ത സമ്മേളനത്തിൽ ആകെ പറയുന്നത് ജമാഅത്തെ ഇസ്ലാമിയ. ഇങ്ങനെ ചില ആളുകളുണ്ട്, അത് നമുക്ക് അങ്ങനെ തന്നെ വിടാം എന്നല്ലാതെ അവരോട് വർത്താനം പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം ഉറങ്ങുന്നവനെ നമുക്ക് വിളിച്ചുണർത്താൻ കഴിയും, ഉറക്കം നടിക്കുന്നവനെ ഉറക്കം നടിച്ചുകൊണ്ട് വിടാനല്ലാതെ നമുക്കൊരിക്കലും സാധിക്കുകയില്ല. അങ്ങനെ ഉറക്കം നടിച്ചുകൊണ്ട് കണ്ണടച്ച് ഇരുട്ടാക്കി ഇന്ത്യ രാജ്യത്ത് മുസ്ലിം സമുദായത്തിന് ഒരു പ്രശ്നവുമില്ല. കാരണം ഞങ്ങൾക്ക് ഗോവയില് ഞങ്ങളുടെ സാഹിത്യോത്സവം നടത്താൻ വേണ്ടിയുള്ള എല്ലാ അവസരങ്ങളും ഒരുക്കിയത് കൊണ്ട് ഇവിടുത്തെ ഗവൺമെന്റ് ഈ രാജ്യത്തെ മുസ്ലിങ്ങൾക്ക് എല്ലാ സൗകര്യങ്ങളും ഒരുക്കുന്നവരാ എന്ന് നിങ്ങൾ തീരുമാനിക്കുന്നുണ്ടെങ്കിൽ അത് നിങ്ങളുടെ കാര്യമാണ്. ഇന്ത്യ രാജ്യത്ത് മുസ്ലിങ്ങൾ കാര്യങ്ങൾ തിരിച്ചറിഞ്ഞ് ഈ കാലഘട്ടത്തിൽ ഐക്യത്തോടെ ഏകോദര സഹോദരന്മാരെ പോലെ ഒരൊറ്റ പ്ലാറ്റ്ഫോമിൽ നിന്നുകൊണ്ട് മുസ്ലിം സമൂഹം മുന്നോട്ട് പോകേണ്ടതിന് ആവശ്യകത തിരിച്ചറിഞ്ഞ ഒരു കാലഘട്ടത്തിൽ മുസ്ലിം സമുദായത്തിനകത്ത് ഭിന്നിപ്പുണ്ടാക്കി, മുസ്ലിം സമുദായത്തിനകത്ത് ചേരിതിരിവുണ്ടാക്കി അതിൽ നിന്ന് രാഷ്ട്രീയ മുതലെടുപ്പ് നേടിയെടുക്കുവാൻ വേണ്ടി CPM-ന്റെ നേതൃത്വത്തിലുള്ള ഈ വില കുറഞ്ഞ പണികൾ നടത്തിക്കൊണ്ടിരിക്കുമ്പോ അത് വേണ്ട പോലെ ഫലിക്കുന്നില്ല എന്ന് മനസ്സിലാക്കിയപ്പോ ചില ആളുകളുണ്ട് കുട്ടികളെ താരാട്ട് പാടിക്കൊണ്ടെന്ന് വീട്ടിലിരിക്കുക, പുറത്തിറങ്ങാൻ പറ്റില്ല. കുട്ടികളെ താരാട്ട് പാടിക്കൊണ്ട് പേരക്കുട്ടികളെ കളിപ്പിച്ചുകൊണ്ട് ചില ആളുകൾക്ക് വീട്ടിൽ കാലമായി ഈ രാജ്യത്തിന്റെ മനുഷ്യനും മണ്ണുമായി ബന്ധപ്പെട്ടുകൊണ്ട് എന്തെല്ലാം വിഷയങ്ങളുണ്ടോ ആ വിഷയങ്ങളിലെല്ലാം കൃത്യമായി ഇടപെട്ടുകൊണ്ട് അത് രാഷ്ട്രീയ വിഷയമാവാം, അത് സാമൂഹ്യ പ്രവർത്തനങ്ങളാവാം, അത് സാമ്പത്തികമാവാം, അത് കുടുംബമാവാം, അത് സാംസ്കാരിക വിഷയമാവാം, അത് നാഗരിക വിഷയമാവാം, മനുഷ്യന്റെ ജീവിതവുമായി ബന്ധപ്പെട്ട എന്തെല്ലാം കാര്യങ്ങളുണ്ടോ അതിനെല്ലാം സമയബന്ധിതമായി ഇടപെട്ടുകൊണ്ട് അതിനെല്ലാം രാഷ്ട്രീയപരമായ, മതപരമായ, സാമൂഹ്യപരമായ പരിഹാരങ്ങൾ നിർദ്ദേശിച്ചുകൊണ്ട് ഈ രാജ്യത്തിന്റെ മണ്ണിനും മനസ്സിനുമൊപ്പം ഒരേപോലെ സഞ്ചരിച്ച ഒരു പാരമ്പര്യമുള്ള പ്രസ്ഥാനമാണ് ജമാഅത്തെ ഇസ്ലാമി. ജമാഅത്തെ ഇസ്ലാമിയുടെ സമ്മേളനം 1947 ബീഹാറിലെ പാറ്റ്നയിൽ വെച്ച് ഒരു സമ്മേളനം നടന്നു. ആ സമ്മേളനത്തിൽ ഇന്ത്യയുടെ രാഷ്ട്രപിതാവ് മഹാത്മജി പങ്കെടുത്തു. അദ്ദേഹത്തെ ക്ഷണിച്ചു വന്നൊന്നുമല്ല, ഒരു സമ്മേളനം നടക്കും അതിൽ പങ്കെടുക്കാമെന്ന് വിചാരിച്ചു വന്നതാ. സമ്മേളനത്തിൽ പങ്കെടുത്തപ്പോൾ അദ്ദേഹത്തോട് ചില ആളുകൾ, ചില ബുദ്ധികൾ അന്നുണ്ടായിരുന്നു. നിങ്ങൾ എന്തിനാ ഈ ജമാഅത്തുകാരുടെ സമ്മേളനത്തിൽ പോയത് എന്ന് അദ്ദേഹത്തോട് ചോദിച്ചു. അദ്ദേഹം അതിന് മറുപടി പറഞ്ഞത് പത്രത്തിൽ പിറ്റേ ദിവസം വലിയ വാർത്ത കൊടുത്തുകൊണ്ടാണ്. ആ വാർത്തയിൽ അദ്ദേഹം പറയുന്നത്, ഞാൻ ഇന്നലെ ജമാഅത്തെ ഇസ്ലാമിയുടെ സമ്മേളനത്തിൽ പങ്കെടുത്തു. ഒരുപറ്റം സാധുക്കളുടെ സമ്മേളനമാണത്. സാധുക്കൾ എന്ന് പറഞ്ഞാൽ ഭിക്ഷയാചിക്കുന്ന സാധുക്കളല്ല, സത്യത്തിന്റെയും ധർമ്മത്തിന്റെയും മൂല്യങ്ങളുടെയും ആ മാർഗത്തിൽ വിട്ടുവീഴ്ചയില്ലാതെ പോരാടിക്കൊണ്ടിരിക്കുന്ന ഒരു ജനവിഭാഗത്തിന്റെ സമ്മേളനം. ആ സമ്മേളനത്തിലേക്ക് ഇനിയും എന്നെ ക്ഷണിച്ചാൽ ആ സമ്മേളനത്തിൽ കാൽനടയായിട്ടാണ് പോകേണ്ടതെങ്കിൽ നടന്നുകൊണ്ട് ആ സമ്മേളനത്തിൽ ഞാൻ ഇനിയും പോകും എന്ന് ഇന്ത്യയുടെ രാഷ്ട്രപിതാവ് മഹാത്മജി ജമാഅത്തെ ഇസ്ലാമിക്ക് സർട്ടിഫിക്കറ്റ് നൽകിയിട്ടുണ്ടെങ്കിൽ AKG സെന്ററിൽ നിന്ന് ഒരു സർട്ടിഫിക്കറ്റ് കാത്തു നിൽക്കുന്ന ഒരു പ്രസ്ഥാനത്തിന്റെ പേരല്ല ജമാഅത്തെ ഇസ്ലാമി.
പിണറായി വിജയന്റെ സർട്ടിഫിക്കറ്റിന്റെ പിൻബലത്തിലല്ല, ഗോവിന്ദൻ മാഷിന്റെ സർട്ടിഫിക്കറ്റിന്റെ പിൻബലത്തിലല്ല ജമാഅത്തെ ഇസ്ലാമി ഇന്ത്യ രാജ്യത്ത് പ്രവർത്തിക്കുന്നത്. ഈ രാജ്യത്ത് സുതാര്യമായ ട്രാക്ക് റെക്കോർഡ്സ് ഉള്ള പ്രസ്ഥാനമാണിത്. നിങ്ങൾ എന്ത് തെറ്റിദ്ധാരണ ഏത് സ്വഭാവത്തിൽ പ്രചരിപ്പിക്കാൻ വേണ്ടി ശ്രമിച്ചാലും ജമാഅത്തെ ഇസ്ലാമി തീവ്രവാദം നടത്തിയതിന്റെ ഒരു എവിഡൻസ് നിങ്ങൾ കൊണ്ടുവരി. അപ്പൊ എല്ലാവർക്കും മനസ്സിലാവുമല്ലോ നിങ്ങൾ പറയുന്നത് എന്താണ്. ജമാഅത്തെ ഇസ്ലാമിക്കാര് ഭീകരവാദം നടത്തിയതിന്റെ ഒരു തെളിവ് നിങ്ങൾ സമർപ്പിച്ചിട്ട് നിങ്ങൾ ഈ ആരോപണങ്ങൾ ഉന്നയിക്കും. അപ്പൊ ആളുകൾക്ക് മനസ്സിലാവും. നിങ്ങളെ കുറിച്ച് ഞങ്ങൾക്ക് എമ്പാടും ഞങ്ങൾക്ക് നല്ല കേരളത്തിലുള്ള മുഴുവൻ മനുഷ്യന്മാർക്കും പറയണ്ടല്ലോ നിങ്ങൾ കാണിച്ച രാഷ്ട്രീയ തോന്നിവാസങ്ങൾ എന്തൊക്കെയാണ് എന്ന്. ആർക്കറിയാത്തത്? എത്രമാത്രം വലിയ രാഷ്ട്രീയ വൈകൃതങ്ങൾക്ക് നേതൃത്വം നൽകിയവരാ നിങ്ങൾ. ആ രാഷ്ട്രീയ വൈകൃതത്തെ നിങ്ങൾ മറച്ചു വെക്കാൻ വേണ്ടി നിങ്ങൾ എന്തെല്ലാം തെറ്റിദ്ധാരണകളാ. ജയരാജന്റെ ഒരു പുസ്തകം പുറത്തിറങ്ങിയെടുത്തു, നിങ്ങൾ ചിലരെങ്കിലും വായിച്ചിട്ടുണ്ടാവും. പിണറായി വിജയനാണ് അത് കോഴിക്കോട് ഉദ്ഘാടനം ചെയ്തത്. പ്രകാശനം ചെയ്തുകൊണ്ട് സംസാരിച്ച ആ സംസാരത്തിലാണ് ജമാഅത്തെ ഇസ്ലാമി എന്ന് പറഞ്ഞാൽ ഈ ലോകത്തെ മുഴുവനും നിയന്ത്രിക്കുന്ന, ഇവിടെ ചില ആളുകൾ ഒരു വലിയനെ കുറിച്ച് മുദബ്ബിർ ആലം എന്ന് പറയാറുണ്ട്. മുദബ്ബിർ ആലമാണ് ഒരു വലിയ. ഇന്ന് ഇന്ത്യ രാജ്യമല്ല ലോകം മുഴുവനും നിയന്ത്രിച്ചുകൊണ്ടിരിക്കുന്ന മുദബ്ബിർ ആലം ജമാഅത്തെ ഇസ്ലാമിയാണ് എന്ന് തോന്നിപ്പോകുന്ന പ്രഭാഷണമാണ് പിണറായി വിജയൻ ആ പുസ്തക പ്രകാശനത്തിന്റെ ചടങ്ങിൽ വെച്ചുകൊണ്ട് നടത്തിയത്. അതിലാണ് ഈ പറഞ്ഞ സാർവദേശീയ പ്രസ്ഥാനങ്ങൾ പറയുന്നത്. എന്നാൽ നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, അവരുടെ കൂടെ നിൽക്കുന്ന PDP എന്നൊരു പാർട്ടി ഉണ്ട്, സാധുക്കളും. ആ പാർട്ടിയുടെ നേതാവ് അബ്ദുൽ നാസർ മഅദനി. അബ്ദുൽ നാസർ മഅദനിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ജയരാജന്റെ പുസ്തകത്തിൽ പറയുന്ന വാക്കുകൾ നിങ്ങൾ PDP-ക്കാരായ ആളുകൾ RSSന്റെ കൂടെ നിൽക്കുമ്പോ ഒന്ന് വായിച്ചു നോക്കുന്നത് നല്ലതാ. എന്താ പറയുന്നത് അദ്ദേഹം ആ പുസ്തകത്തില്? അങ്ങേറ്റം അബ്ദുൽ നാസർ മഅദനി RSSന്റെ ബദലായി ISS ഉണ്ടാക്കി മുസ്ലിം സമുദായത്തെ വർഗീയ വിദ്വേഷത്തിന്റെ അപകടകരമായ ലോകത്തേക്ക് കൊണ്ടെത്തി സായുധപരമായ പോരാട്ടത്തിന് ഇന്ത്യയിലെ മുസ്ലിങ്ങളെ ആഹ്വാനം ചെയ്ത നേതാവാണ് അബ്ദുൽ നാസർ മഅദനി എന്ന് പരസ്യമായി ആ പുസ്തകത്തിൽ എഴുതി വെച്ച ജയരാജൻ CPM-ന്റെ ഉത്തരവാദിത്തപ്പെട്ട കേന്ദ്ര കമ്മിറ്റി അംഗമാണല്ലോ. എന്നിട്ട് ഇവരെ ഒന്നിച്ചപ്പോഴും പോവുക. ഞാൻ പറഞ്ഞത് കാര്യങ്ങൾ തിരിച്ചറിഞ്ഞുകൊണ്ട് മുന്നോട്ട് പോയാൽ അത്രയും നിങ്ങൾക്ക് നല്ലത് എന്നെല്ലാവരും മനസ്സിലാക്കാൻ നല്ലതാ. മുസ്ലിം സമുദായത്തിന്റെ എല്ലാ സംവിധാനങ്ങളെയും എത്രത്തോളം അപരവൽക്കരിക്കാൻ പറ്റുമോ, എത്രത്തോളം തെറ്റിദ്ധരിപ്പിക്കാൻ പറ്റുമോ അതിനുവേണ്ട ഒരവസരവും പാഴാക്കാതെ മുസ്ലിം സമുദായത്തിന് നേരെ നിരന്തരമായ ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ഇങ്ങനെ മുന്നോട്ട് പോകുമ്പോ ഇതിനെല്ലാവരും ഏറ്റെടുത്തിരിക്കാം. കാസ, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, കാസ നേരെ മുസ്ലിങ്ങളെ പറഞ്ഞിരുന്നൊരു കൂട്ടരാ. മുസ്ലിങ്ങളാണ് ഇവിടെ സകല പ്രശ്നങ്ങളുടെയും കാരണക്കാര്. അതുകൊണ്ട് മുസ്ലിങ്ങളുടെ കച്ചവട സ്ഥാപനങ്ങളിൽ നിങ്ങൾ പോകാൻ പാടില്ല, മുസ്ലിങ്ങളുടെ ഒരു സംവിധാനവുമായി സഹകരിക്കാൻ പാടില്ല എന്നൊക്കെ പ്രചരിപ്പിച്ച ആളുകളാണ് കാസക്കാര്. ആ കാസക്കാരാണ് കഴിഞ്ഞ ദിവസം ഞാൻ നേരത്തെ പറഞ്ഞ സംഭവത്തിൽ അങ്കമാലി അതിരൂപതയുമായി ബന്ധപ്പെട്ടുകൊണ്ട് അവിടെ രണ്ട് വൈദിക ഗ്രൂപ്പുകൾ 2 ചേരികളായി തർക്കമുണ്ടായപ്പോ അതിന്റെ പിന്നിൽ ജമാഅത്തെ ഇസ്ലാമിക്കാരാണെന്ന് പറഞ്ഞത്. ആരാ മരുന്നിട്ട് കൊടുക്കുന്നത്? കാസക്ക് പോലും മരുന്നിട്ട് കൊടുക്കുന്ന പണി ഇവിടെ പിണറായി വിജയനും ഗോവിന്ദൻ മാഷും അതുപോലെ തന്നെ റിയാസും ഈ പറഞ്ഞ വിജയരാഘവനും ഉൾപ്പെടെയുള്ള CPM-ന്റെ നേതാക്കന്മാരൊക്കെ ഒന്നിന് പിറകെ മറ്റൊന്നായി നടത്തിക്കൊണ്ടിരിക്കുകയാണ്. പ്രിയമുള്ളവരെ, ജമാഅത്തെ ഇസ്ലാമിയെ കുറിച്ച് ഞാൻ പറഞ്ഞു, ഈ രാജ്യത്ത് വളരെ സുതാര്യമായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന പ്രസ്ഥാനമാണ്. ജമാഅത്തെ ഇസ്ലാമിക്ക് വളച്ചുകെട്ടാനൊന്നുമില്ല. ജമാഅത്തെ ഇസ്ലാമിക്ക് രാഷ്ട്രീയ നിലപാടുകളുണ്ട്, ഒരു സംശയമില്ല. മതരാഷ്ട്രവാദമെന്ന് നിങ്ങൾ ജമാഅത്തെ ഇസ്ലാമിയെ കുറിച്ച് ആരോപണം ഉന്നയിക്കുമ്പോൾ ആ ആരോപണം മതരാഷ്ട്രവാദം എന്ന് പറയുന്ന പ്രയോഗം തന്നെ ഒരുപാട് തെറ്റിദ്ധാരണ ഉണ്ടാക്കുന്ന സംശയമല്ല. ജമാഅത്തെ ഇസ്ലാമിയും മതരാഷ്ട്രവാദവും തമ്മിൽ യാതൊരു ബന്ധവുമില്ല. ജമാഅത്തെ ഇസ്ലാമിയുടെ കേരള അമീർ സയ്യിദ് മൗദൂദിയെ തള്ളി പറഞ്ഞു എന്നാ ഭയങ്കര പ്രശ്നം. ജമാഅത്തെ ഇസ്ലാമിയുടെ നേതാവ് സയ്യിദ് മൗദൂദിയെ ഇവിടുത്തെ അമീർ തള്ളി പറഞ്ഞിരിക്കുന്നു. തള്ളിപ്പറയുക എന്ന് പറഞ്ഞാൽ മൗദൂദ് സാഹിബ് തന്നെ പറഞ്ഞ ചില കാര്യങ്ങളുണ്ട്. അഥവാ അദ്ദേഹത്തിന്റെ കർമ്മശാസ്ത്രപരമായ ഇൽമുൽ കലാം തത്വശാസ്ത്രവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ അദ്ദേഹത്തിന്റെ അഭിപ്രായങ്ങൾ വ്യക്തിപരമാണ്. ആ അഭിപ്രായം പ്രാസ്ഥാനികമല്ല. അത് പ്രസ്ഥാനത്തിന്റെ മേൽ അടിച്ചേൽപ്പിക്കുവാനോ പ്രസ്ഥാനത്തിന് അതിന്റെ പേരിൽ എനിക്കെന്തെങ്കിലും സംഗതി ഉണ്ടാവാനോ പാടില്ല എന്ന് അദ്ദേഹത്തിന്റെ നിലപാട്. അതിൽ കവിഞ്ഞ് അവിടെ ഒരു തള്ളിപ്പറയൽ ഉണ്ടായിട്ടില്ല. ഞാൻ പറഞ്ഞത് മതരാഷ്ട്രവാദത്തെ കുറിച്ചാണ്. മതരാഷ്ട്രവാദം എന്ന് പറഞ്ഞാൽ നിങ്ങൾ ജമാഅത്തെ ഇസ്ലാമിയെ കുറിച്ച് ഉന്നയിക്കുന്ന ആരോപണമാണ്. അത് വലിയ ആരോപണമാണ്. യഥാർത്ഥത്തിൽ ഇസ്ലാമിക് പൊളിറ്റിക്സ് അല്ലെങ്കിൽ രാഷ്ട്രീയത്തിൽ ഇസ്ലാമിനകത്തുള്ള ഒരു രാഷ്ട്രീയം ഉണ്ടല്ലോ, അത് ജമാഅത്തെ ഇസ്ലാമി ആ രാഷ്ട്രീയത്തെ ഉയർത്തിപ്പിടിക്കുന്നുണ്ട്, ഒരു സംശയമില്ല. ആ രാഷ്ട്രീയത്തെ ഉയർത്തിപ്പിടിക്കാതെ ഒരു മുസ്ലിമിന് ഈ രാജ്യത്തും ഈ ലോകത്തും മുന്നോട്ട് പോകാനും കഴിയില്ല.
കാരണം എന്താ? ഇസ്ലാമിന് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റുള്ള മതവിഭാഗങ്ങളെ പോലെ, മറ്റുള്ള മതങ്ങളെ പോലെ ആചാരപരമായ അനുഷ്ഠാനപരമായ ആരാധനകളിൽ മാത്രം കേന്ദ്രീകരിച്ച് പള്ളിയും ചർച്ചും അമ്പലവുമായി മാത്രം ഒതുങ്ങി നിൽക്കുന്ന ഒരു മതത്തിന്റെ പേരല്ല ഇസ്ലാം. ഇസ്ലാം എന്ന് പറഞ്ഞാൽ അത് സാമൂഹ്യ ഉള്ളടക്കമുള്ള, രാഷ്ട്രീയ ബോധ്യമുള്ള, സാംസ്കാരിക അജണ്ടയുള്ള, നാഗരിക കാഴ്ചപ്പാടുള്ള, വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട കൺസെപ്റ്റുള്ള, മനുഷ്യന്റെ ജീവിതവുമായി ബന്ധപ്പെട്ട എല്ലാ മേഖലകളിലേക്കും വിരൽ ചൂണ്ടുന്ന ഒരു ജീവിത ദർശനമാണ് ഇസ്ലാമെങ്കിൽ ആ ഇസ്ലാമിനെയാണ് ജമാഅത്തെ ഇസ്ലാമി പിൻപറ്റുന്നത്. ആ ഇസ്ലാമിനെ പ്രതിനിധീകരിച്ചുകൊണ്ടാണ് ഇന്ത്യ രാജ്യത്ത് ഇസ്ലാമിക പ്രസ്ഥാനം പ്രവർത്തിക്കുന്നത്. അതിനെക്കുറിച്ച് നിങ്ങൾ മതരാഷ്ട്രവാദം എന്ന് ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾ തെറ്റിദ്ധരിപ്പിച്ച് ഈ പ്രവർത്തനങ്ങളിൽ നിന്ന് ഈ പ്രസ്ഥാനത്തെ ഇല്ലാതാക്കാമെന്നാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നതെങ്കിൽ ഇത് ഭീരുക്കളുടെ കൂട്ടായ്മയല്ല, ഇത് പേടിച്ചോടുന്ന ഒരു സംഘത്തിന്റെ പേരല്ല, മറിച്ച് ഇതിനപ്പുറമുള്ള പല ഭീഷണികളെയും പല വെല്ലുവിളികളെയും അതിജയിച്ചുകൊണ്ട് ഈ കാലഘട്ടത്തിന്റെ ഇസ്ലാമികമായ ദൗത്യം ഏറ്റെടുത്തുകൊണ്ട് മുന്നോട്ട് പോകണമെന്ന് തീരുമാനിച്ച ഒരു പ്രസ്ഥാനമാണ് ജമാഅത്തെ ഇസ്ലാമി. മതരാഷ്ട്രവാദം എന്ന് നിങ്ങളുടെ ആരോപണം. ഇസ്ലാമിനകത്ത് രാഷ്ട്രീയമുണ്ട്. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിന്റെ ദീന് ഈ ലോകത്ത് നടപ്പിലാക്കുന്നതിന്റെ ഭാഗമായി മദീന ആസ്ഥാനമാക്കി ഒരു ഇസ്ലാമിക രാഷ്ട്രം ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ ആ ഇസ്ലാമിക രാഷ്ട്രത്തിന് വേണ്ടി അള്ളാഹുവിന്റെ റസൂൽ ഉണ്ടാക്കിയ ഒരു ഭരണഘടനയുണ്ട്. ഈ ലോകത്ത് രചിക്കപ്പെട്ട ഒന്നാമത്തെ ഭരണഘടന മദീന ചാർട്ടർ എന്ന പേരിൽ അറിയപ്പെടുന്ന ആ ഭരണഘടനയുണ്ടല്ലോ, അതാണ് ജമാഅത്തെ ഇസ്ലാമിയുടെ മാതൃക. നിങ്ങൾ മതരാഷ്ട്രവാദം പറയുമ്പോൾ ഇവിടെ മുസ്ലിം സമുദായത്തിന്റെ അല്ലെങ്കിൽ ഇസ്ലാമികമായ ഒരു രാഷ്ട്ര സംവിധാനം വന്നു കഴിഞ്ഞാൽ മറ്റുള്ള എല്ലാ മതവിഭാഗങ്ങളെയും മാറ്റിപ്പുറത്താക്കി ഒരു സാമുദായികമായ രാഷ്ട്രമാക്കി മാറ്റുമെന്ന് ആളുകളെ തെറ്റിദ്ധരിപ്പിക്കാനാണല്ലോ നേരത്തെ പറഞ്ഞ മോഹനൻ മാഷ് ഉൾപ്പെടെയുള്ള ആളുകൾ നിരന്തരമായി ശ്രമിച്ചിട്ടുള്ളത്. പക്ഷെ യഥാർത്ഥത്തിൽ വസ്തുത എന്താ? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മദീന ആസ്ഥാനമാക്കി ഉണ്ടാക്കിയ ഇസ്ലാമിക രാഷ്ട്രത്തിൽ മുസ്ലിം സമുദായം എന്ന് പറയുന്നത് വെറും 15% മാത്രമുള്ള ഒരു ന്യൂനപക്ഷമാണ്. ജൂതന്മാര്, ക്രിസ്ത്യാനികള്, മജൂസികള്, മുശ്രിക്കുകള്, മതമുള്ളവര്, മതമില്ലാത്തവര് എല്ലാവരും ചേർന്ന ഒരു വലിയ ഒരു ബഹുസ്വര സംവിധാനത്തെ മുന്നിൽ വെച്ചുകൊണ്ട് ഒരു ഭരണഘടന ഉണ്ടാക്കിയപ്പോ ആ ഭരണഘടനയിലെ ഒന്നാമത്തെ പോയിന്റ് എന്താണെന്നറിയോ? ഒന്നാമത്തെ പോയിന്റ്, ഈ രാഷ്ട്രത്തിന് കീഴിലുള്ള എല്ലാ മനുഷ്യരും ഒരൊറ്റ സമൂഹമാണ്. ഉമ്മത്തുൻ വാഹിദ എന്നാണ് പ്രയോഗിച്ച പദം, ഒറ്റ സമൂഹം. ഇതാണ് ഇസ്ലാമിന്റെ ഭരണഘടന. ഇതാണ് പ്രവാചകന്മാരുടെ പാരമ്പര്യത്തിൽ ഖലീഫമാരുടെ കാലഘട്ടത്തിലേക്ക് ജമാഅത്തെ ഇസ്ലാമി ഈ രാജ്യത്തെ തിരിച്ചു കൊണ്ടുപോകാൻ ശ്രമിക്കുകയാണെന്ന് പിണറായി വിജയൻ പറയുമ്പോൾ ആരാണ് ഖലീഫമാർ? ആ ഖലീഫമാരിൽപ്പെട്ട ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു, അദ്ദേഹത്തിന്റെ ഭരണത്തെക്കുറിച്ച് ഇന്ത്യയുടെ രാഷ്ട്രപിതാവ് മഹാത്മജി പറഞ്ഞതെങ്കിലും പിണറായി വിജയനും CPM-കാരും ഒന്ന് പഠിക്കുന്നത് നല്ലതാ. എന്താ പറഞ്ഞത്? രാമരാജ്യത്തിന് വേണ്ടി വാദിച്ച ഇന്ത്യയുടെ രാഷ്ട്രപിതാവ് മഹാത്മജി പറഞ്ഞത്, ഞാൻ ആഗ്രഹിക്കുന്നത് ഇന്ത്യയിൽ ഉമറിന്റെ ഭരണമാണ്. ഖലീഫയായിരുന്നു ഉമർ, രണ്ടാമത്തെ ഖലീഫ. 10 വർഷക്കാലത്തിലധികം ഖലീഫയായി ലോകത്ത് നീതി എന്ന് പറയുന്ന രണ്ടക്ഷരം എങ്ങനെയാണ് പ്രായോഗികമായി നടപ്പിലാക്കേണ്ടത് എന്ന് ഈ ലോകത്തിന് പ്രായോഗികമായി പഠിപ്പിച്ചു കൊടുത്ത നരേന്ദ്രമോദിക്ക് ആ ഖലീഫയിൽ മാതൃകയുണ്ട്, ഡൊണാൾഡ് ട്രംപിന് മാതൃകയുണ്ട്, അതേപോലെ തന്നെ ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ മാതൃകയുണ്ട്, പിണറായി വിജയന് മാതൃകയുണ്ട്. എല്ലാവർക്കും ആ ഖലീഫമാരിൽ വളരെ വ്യക്തമായ മാതൃകയുണ്ട്. ആ മാതൃകയിലേക്ക് തിരിച്ചു പോകണമെന്ന് ജമാഅത്തെ ഇസ്ലാമി മാത്രം ആഗ്രഹിക്കുന്ന വിഷയമല്ല, ഈ ലോകത്തുള്ള എല്ലാ മുസ്ലിങ്ങളും മാത്രമല്ല, നന്മയാഗ്രഹിക്കുന്ന മുഴുവൻ മനുഷ്യന്മാരും ആഗ്രഹിക്കുന്ന ഒരു കാര്യം ആ ഖലീഫമാരുടെ കാലഘട്ടത്തിലേക്ക് തിരിച്ചു പോകണമെന്നത്. കാരണം അത് ലോകത്ത് മനോഹരമായ മനുഷ്യന്റെ നീതി എന്താണ് എന്ന് എല്ലാ മതവിഭാഗങ്ങളിലും ജാതിയിലും ഭാഷയും എല്ലാ ജനവിഭാഗങ്ങൾക്കും ഒരേപോലെ അനുഭവിക്കുവാൻ ഈ ലോകത്തിന് സാധിച്ചിട്ടുണ്ടെങ്കിൽ ആ സംവിധാനത്തിന്റെ പേരാണ് ഇസ്ലാമിക രാഷ്ട്ര സംവിധാനം എന്ന് പറയുന്നത്. അതൊരിക്കലും തിയോക്രസി അല്ല. തിയോക്രസി എന്ന് പറയുന്ന മതരാഷ്ട്രവാദത്തിന്റെ ഭീകരമായ പ്രതിസന്ധികൾക്ക് ലോകത്തിന്റെ പല ഭാഗങ്ങളിലും പലരും വിധേയമായിട്ടുണ്ട്. അതിന് ഇസ്ലാമുമായിട്ടൊരു ഉത്തരവാദിത്വമല്ല, മുസ്ലിം സമുദായത്തിനൊരു ബന്ധമല്ല. വല്ല ബന്ധമുണ്ടെങ്കിൽ അത് ക്രൈസ്തവ സമുദായവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. അതാണ് തിയോക്രസി എന്ന് പറയുന്നത്. ആ തിയോക്രസിക്കപ്പുറം തിയോ ഡെമോക്രസി എന്ന് പറയുന്ന ജനാധിപത്യത്തിന്റെയും ദൈവികതയുടെയും ഒരു മനോഹരമായ സമന്വയത്തിന്റെ ഭാഗമായി ഈ ലോകത്ത് നീതിയിൽ അധിഷ്ഠിതമായി ലോകത്തിനെ എങ്ങനെയാണ് ഭരിക്കാൻ കഴിയുക എന്ന് പ്രായോഗികമായി ഈ ലോകത്തെ പഠിപ്പിച്ചു കൊടുത്ത ദർശനത്തിന്റെ പേരാണ് ഇസ്ലാം. അതിനകത്ത് രാഷ്ട്രീയമുണ്ട്.
ആ രാഷ്ട്രീയത്തെ ജമാഅത്തെ ഇസ്ലാമി ഇന്നലെ ഉയർത്തിപ്പിടിച്ചിട്ടുണ്ട്, ഇന്ന് ഉയർത്തിപ്പിടിക്കുന്നുണ്ട്, നാളെയും ഉയർത്തിപ്പിടിക്കും. ഖിയാമത്ത് നാൾ വരെ അഥവാ ഈ പ്രസ്ഥാനം ഇവിടെ നിലനിൽക്കുന്ന അവസാനത്തെ നാൾ വരെയും അത് ഉയർത്തിപ്പിടിച്ചുകൊണ്ട് മുന്നോട്ട് പോവുകയും ചെയ്യും, യാതൊരു സംശയമില്ല. കാരണം അത് ഈ കാലഘട്ടത്തിന്റെ ബാധ്യതയായി ജമാഅത്തെ ഇസ്ലാമി മനസ്സിലാക്കിക്കൊണ്ട് മുന്നോട്ട് പോകുന്ന കാര്യം. ആ പ്രസ്ഥാനത്തിന് ഈ രാജ്യത്ത് ഇത്രയും കാലം പ്രവർത്തിച്ചിട്ട് നിങ്ങൾ പറഞ്ഞതുപോലെ എന്തെങ്കിലും കുഴപ്പങ്ങൾ നിങ്ങൾക്ക് ചൂണ്ടിക്കാണിക്കാൻ പറ്റുമോ? ഒരു കുഴപ്പം ചൂണ്ടിക്കാണിക്കാൻ പറ്റില്ല. കാരണം അങ്ങനെ കുഴപ്പങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടല്ല ഈ പ്രസ്ഥാനം പ്രവർത്തിച്ചിട്ടുള്ളത്. ഇതിന് വളരെ കൃത്യമായ ഒരു ആദർശമുണ്ട്. ആ ആദർശം പ്രവാചകന്മാരാൽ ഈ ലോകത്ത് പരിചയപ്പെടുത്തപ്പെട്ട ആദർശമാണ്. وما أرسلنا من قبلك من رسول إلا نوحي إليه أنه لا إله إلا أنا فاعبدون എന്ന് വിശുദ്ധ ഖുർആനിൽ പടച്ചതമ്പുരാൻ പറഞ്ഞ ഒരു ആദർശം, ലാ ഇലാഹ ഇല്ലല്ലാഹ്. അത് പറഞ്ഞു കഴിഞ്ഞാൽ അത് സാമുദായികതയല്ല, അത് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റുള്ളവരോടുള്ള വിദ്വേഷ പ്രകടനമല്ല, മറിച്ച് മനുഷ്യത്വത്തിന്റെയും മാനവികതയുടെയും ദൈവികതയുടെയും നീതിയുടെയും ധർമ്മത്തിന്റെയും സത്യത്തിന്റെയും മനോഹരമായ ഉള്ളടക്കമുള്ള ലോകത്തിന്റെ മുമ്പിൽ പരിചയപ്പെടുത്താൻ കൊള്ളാവുന്ന ഏറ്റവും ഉജ്ജ്വലമായ ഒരു പ്രയോഗത്തിന്റെ പേരാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയുന്നത് എന്നാണല്ലോ മുസ്ലിം സമുദായം മനസ്സിലാക്കുന്നത്. ആ മുസ്ലിം സമുദായം മനസ്സിലാക്കിയ ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹ് എന്നതിനെ ഒരു ആദർശമായി അംഗീകരിച്ചുകൊണ്ട് ഈ രാജ്യത്ത് ഇസ്ലാമിക പ്രസ്ഥാനം അതിന്റെ ലക്ഷ്യനിർവഹണത്തിന്റെ മാർഗത്തിൽ മുന്നോട്ട് പോകുമ്പോൾ ലക്ഷ്യം നേടിയെടുക്കാൻ ഏത് മാർഗവും സ്വീകരിക്കാമെന്നത് ഒരു കമ്മ്യൂണിസ്റ്റ് വരട്ടുവാദമാണ്. ആ വരട്ടുവാദം നിങ്ങളുടെ പാരമ്പര്യത്തിൽപ്പെട്ടതാ. അതുകൊണ്ടാണല്ലോ നിങ്ങൾ ജമാഅത്തെ ഇസ്ലാമിയെ കുറിച്ച് ഈ വിധത്തിലുള്ള ആരോപണങ്ങളെല്ലാം ഉന്നയിക്കുന്നു. നിങ്ങൾ നിങ്ങളുടെ തന്നെ ഒരു ചരിത്രത്തിലേക്ക് ചൂണ്ടിപ്പോയി കഴിഞ്ഞാൽ 1942 ക്വിറ്റ് ഇന്ത്യ സമരം, ഇന്ത്യ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട ഏറ്റവും മനോഹരമായ അധ്യായങ്ങളിൽ ഒന്നാണ് ക്വിറ്റ് ഇന്ത്യ സമരം. ക്വിറ്റ് ഇന്ത്യ സമരത്തിനെതിരെ നിന്നത് ജമാഅത്തെ ഇസ്ലാമിയ അല്ലല്ലോ, ഇവിടെയുള്ള കമ്മ്യൂണിസ്റ്റ് പാർട്ടികളായിരുന്നു. കമ്മ്യൂണിസ്റ്റ് പാർട്ടി ക്വിറ്റ് ഇന്ത്യ സമരത്തിനെതിരായിരുന്നു. 1947 ഇന്ത്യ രാജ്യത്തിന് സ്വാതന്ത്ര്യം കിട്ടിയപ്പോ ആ സ്വാതന്ത്ര്യത്തെ അംഗീകരിക്കാത്തവര് ജമാഅത്തെ ഇസ്ലാമിയല്ല, ഇവിടെയുള്ള കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ്. എത്രത്തോളം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 1948 കൽക്കട്ട തിസീസ് എന്ന് പറയുന്ന ഒരു തിസീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കുണ്ട്. രണദവേ എന്ന് പറയുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ജനറൽ സെക്രട്ടറിയുടെ കാലഘട്ടത്തിൽ രൂപപ്പെട്ട സിദ്ധാന്തമാണ് കൽക്കട്ട തിസീസ് എന്ന് പറയുന്നത്. എന്താ കൽക്കട്ട തിസീസ്? സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് മുന്നോട്ട് പോകണമെങ്കിൽ സായുധ പോരാട്ടത്തിലൂടെ അല്ലാണ്ട് സാധ്യമല്ല. സായുധ പോരാട്ടത്തിലൂടെ അല്ലാണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് മുന്നോട്ട് പോകാൻ പറ്റൂല. ഈ പോളിസിയിൽ 2 കൊല്ലം സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയിൽ 2 കൊല്ലം പ്രവർത്തിച്ച പാർട്ടിയുടെ പേരാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി. അല്ലേ? നിഷേധിക്കാൻ പറ്റൂ? ആ VT രണദവയുടെ പേരിലാണ് കോട്ടയം ജില്ലാ ഓഫീസ് നിങ്ങൾക്ക് കാണാൻ പറ്റുക. എന്ന് പറഞ്ഞാൽ അവരെ തള്ളിപ്പറഞ്ഞിട്ടില്ല, അതവരുടെ ഒരു കാലഘട്ടത്തിലെ നിലപാടായിരുന്നു. പിന്നീട് ആ നിലപാട് തിരുത്തിക്കൊണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടി മുന്നോട്ട് പോയി. ഇങ്ങനെയൊക്കെ ചരിത്രമുള്ള ആളുകളാണ് ജമാഅത്തെ ഇസ്ലാമിക്ക് നേരെ കുതിര കയറി ഭീകരവാദത്തിന്റെയും തീവ്രവാദത്തിന്റെയും അജണ്ടകൾ നടപ്പിലാക്കുന്നവരാണ് ഇവർ എന്ന് പറയുന്നത്. ഞാൻ പറഞ്ഞത് ജമാഅത്തെ ഇസ്ലാമിക്ക് ലക്ഷ്യം മാത്രം നന്നായാൽ പോരാ, ആ ലക്ഷ്യത്തിലേക്ക് പോകുന്ന മാർഗവും നന്നാവണം. നിങ്ങൾക്കത് വേണ്ട. കമ്മ്യൂണിസ്റ്റ് തത്വപ്രകാരം ലക്ഷ്യം നന്നായി കഴിഞ്ഞാൽ ആ ലക്ഷ്യത്തിലേക്ക് ഏത് മാർഗവും സ്വീകരിക്കാം. ജമാഅത്തെ ഇസ്ലാമിക്ക് അങ്ങനെയല്ല. അതുകൊണ്ടാണ് കാഫിർ സ്ക്രീൻഷോട്ട് നിങ്ങൾക്ക് ഉണ്ടാവുന്നത്, ജമാഅത്തെ ഇസ്ലാമിക്ക് ഇല്ലാത്തത്. അതുകൊണ്ടാണ് മാഷാ അല്ലാഹ് സ്റ്റിക്കർ ഒട്ടിച്ചുകൊണ്ട് ആളുകളെ കബളിപ്പിക്കുന്ന രാഷ്ട്രീയ തന്ത്രം നിങ്ങൾ പ്രയോഗിക്കുന്നത്. അതുകൊണ്ടാണ് 51 വെട്ടുവെട്ടിക്കൊണ്ട് TP രാമചന്ദ്രനെ നിങ്ങൾ ക്രൂരമായി കൊന്നുകളയുന്നത്. അതുകൊണ്ടാണ് പെരിയാർ കൊലക്കേസിൽ നിങ്ങൾ പ്രതികളായി മാറുന്നത്. അതുകൊണ്ടാണ് അരിയിൽ ശുക്കൂറിനെ നിങ്ങൾ അരിഞ്ഞ് ഇല്ലാതാക്കിയത്. അതുകൊണ്ടാണ് നിങ്ങൾ ഇതുപോലെയുള്ള രാഷ്ട്രീയ കാപട്യങ്ങൾ നിരന്തരമായി ആവർത്തിച്ചുകൊണ്ട് ഈ രാജ്യത്ത് പ്രവർത്തിക്കുന്നത്. ജമാഅത്തെ ഇസ്ലാമിക്ക് അങ്ങനെ പോകാൻ കഴിയില്ല. കാരണം ലക്ഷ്യം മാത്രം നന്നായാൽ പോരാ, ലക്ഷ്യത്തിലേക്കുള്ള മാർഗവും നന്നാവണം. അതുകൊണ്ട് സർഗാത്മകമായ സമാധാനപരമായ ഈ രാജ്യത്തിന്റെ എന്തെല്ലാം ഉള്ളടക്കങ്ങളുണ്ടോ ആ ഉള്ളടക്കത്തിനകത്ത് നിന്നുകൊണ്ട് ഈ പ്രസ്ഥാനം പ്രവർത്തിക്കും. ജനാധിപത്യത്തിന്റെയും മതേതരത്വത്തിന്റെയും ബൗണ്ടറിക്കകത്ത് നിന്നുകൊണ്ട് ജനാധിപത്യത്തിന്റെയും മതേതരത്വത്തിന്റെയും ലൂപ്പ് ഹോളുകൾ ജമാഅത്തെ ഇസ്ലാമിയുടെ നേതാവ് സയ്യിദ് മൗദൂദി നിരൂപണം ചെയ്തിട്ടുണ്ട്. അത് മൗദൂദി മാത്രമല്ല, ആരൊക്കെ നിരൂപണം ചെയ്തിട്ടുണ്ട്? ഇന്ത്യയുടെ രാഷ്ട്രപിതാവ് ഗാന്ധിജി ജനാധിപത്യത്തെ കുറിച്ച് എന്താന്ന് പറഞ്ഞേ? ജനാധിപത്യത്തെ കുറിച്ച് ഹിന്ദു സ്വരാജ് എന്ന് പറയുന്ന പുസ്തകത്തിൽ വളരെ കൃത്യമായി ഗാന്ധിജി പറയുന്നുണ്ട്, ജനാധിപത്യത്തിന്റെ ശ്രീകോവിലായ പാർലമെന്റ് എന്ന് പറയുന്നത് ഒരു മച്ചിയാണ്.
എന്ന് പറഞ്ഞാല് ആ പിന്നെ പുതുതായിട്ടൊന്നും പ്രസവിക്കാൻ കഴിയാത്ത ഒരു മച്ചിയാണത് എന്ന് മാത്രമല്ല, ആരാണോ അതിന്റെ മുകളിൽ കയറി കിടക്കുന്നത് അതിന്റെ കുഞ്ഞുങ്ങളെ പ്രസവിക്കാൻ മാത്രം കഴിയുന്ന ഒരു പിന്നെ വേശ്യയുടെ പേരാണ് ജനാധിപത്യം എന്ന് പറഞ്ഞത് ആരാ? ഇന്ത്യയുടെ രാഷ്ട്രപിതാവായ ഗാന്ധിജിയാണ്. എന്ന് പറഞ്ഞാൽ അതിന് ചില ലൂപ്പ് ഹോളുകളുണ്ട്. നാഷണലിസത്തെ കുറിച്ച്, ദേശീയതയെ കുറിച്ച് ഇന്ത്യയുടെ ദേശീയ ഗാനം എഴുതിയ രവീന്ദ്രനാഥ ടാഗോർ പറയുന്നുണ്ട്, ദ നാഷണലിസം ഈസ് എ ഗ്രേറ്റ് മെനസ് എന്ന് പറയുന്നുണ്ട്. നാഷണലിസം, ദേശീയത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഏറ്റവും വലിയ അശ്ലീല പ്രയോഗമാണ് എന്ന് പറയുന്നത് ഈ രാജ്യത്തിന്റെ ദേശീയ ഗാനം എഴുതിയ രവീന്ദ്രനാഥ ടാഗോറാണ്. അപ്പൊ ഇങ്ങനെയുള്ള നിരൂപണങ്ങൾ എല്ലാവരും നടത്തിയിട്ടുണ്ട്. അതിന്റെ ലൂപ്പ് ഹോളുകളെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. എന്നാൽ ഒരു സ്വേച്ഛാധിപത്യ ഭരണകൂടം, ഒരു ഏകാധിപത്യ ഭരണകൂടം, ഒരു സമഗ്രാധിപത്യ, കമ്മ്യൂണിസ്റ്റുകാരൊക്കെ പറയുന്നുണ്ടല്ലോ, തൊഴിലാളി വർഗ സമഗ്രാധിപത്യം എന്ന് പറയുന്ന ജനാധിപത്യ വിരുദ്ധമായ ആശയം CPM-ന്റെ ഭരണഘടനയിൽ അവരുടെ ലക്ഷ്യമായിട്ട് എഴുതിയിട്ടുള്ളത് തൊഴിലാളി വർഗ സമഗ്രാധിപത്യമാണ് ഇന്ത്യ രാജ്യത്ത് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. ഇത് ജനാധിപത്യത്തിനെതിരാണത്. അങ്ങനെ പരസ്യമായി എഴുതി വെച്ച ആളുകളാണ് ജമാഅത്തെ ഇസ്ലാമി, സയ്യിദ് മൗദൂദി. പിന്നെ ജനാധിപത്യത്തെയും മതേതരത്വത്തെയും ഒക്കെ തള്ളിപ്പറഞ്ഞിരിക്കുന്നു എന്ന വീർമാണം മുഴുക്കുന്നത്. തള്ളിപ്പറഞ്ഞതല്ല, അതിന് നിരൂപണം ചെയ്തതാണ്. ആ നിരൂപണം വളരെ കൃത്യമാണ്. ആ നിരൂപണം യാഥാർത്ഥ്യമാണെന്ന് ഇന്ത്യയുടെ രാഷ്ട്രീയം പലതവണ തെളിയിച്ചതുമാണ്. അതിനപ്പുറം മറ്റൊന്നും ജമാഅത്തെ ഇസ്ലാമിയോ ഗാന്ധിജിയോ അതേപോലെ തന്നെ രവീന്ദ്രനാഥ ടാഗോറോ ഇതുപോലെയുള്ള ആളുകളൊന്നും പറഞ്ഞിട്ടില്ല. അപ്പൊ ഇങ്ങനെയുള്ള നിരന്തരമായ തെറ്റിദ്ധരിപ്പിക്കുന്ന വർത്തമാനങ്ങൾ പറഞ്ഞുകൊണ്ട് ജമാഅത്തെ ഇസ്ലാമിയുടെ പ്രവർത്തനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ ഒരു കാര്യം കൂടി പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കാം. ജമാഅത്തെ ഇസ്ലാമിക്ക് CPM-നോട് എന്തോ കലിപ്പുണ്ട് എന്നൊന്നും നിങ്ങൾ വിചാരിക്കണ്ട. അങ്ങനൊന്നുമില്ല. ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ CPM-ന് ആകെ 4 MP-മാരാണ് ഇന്ത്യയിലുള്ളത്. 4 അതിൽ 1 കേരളത്തിൽ നിന്ന്, 1 രാജസ്ഥാനിൽ നിന്ന്, 2 തമിഴ്നാട്ടിൽ നിന്ന്. ഈ 4 MP-മാരിൽ ആലത്തൂരിൽ നിന്ന് വിജയിച്ച രാധാകൃഷ്ണനൊഴികെ മറ്റു 3 ആളുകളും ജയിച്ചത് ജമാഅത്തെ ഇസ്ലാമിയുടെ കൂടെ പിന്തുണ കൊണ്ടാണ്. സംശയമുണ്ടോ? നിങ്ങൾ ഇന്ന് കേരളത്തിൽ നിന്നുകൊണ്ട് ജമാഅത്തെ ഇസ്ലാമിക്കെതിരെ ഈ ആരോപണം ഉന്നയിക്കുമ്പോൾ ഡൽഹിയിൽ വെച്ചുകൊണ്ട്, രാജസ്ഥാനിൽ വെച്ചുകൊണ്ട്, തമിഴ്നാട്ടിൽ വെച്ചുകൊണ്ട് ജമാഅത്തെ ഇസ്ലാമിക്കാര് ഭീകരവാദികളാണ് എന്ന് പറയാൻ നിങ്ങൾക്ക് ധൈര്യമുണ്ടോ? നിങ്ങൾ പറയൂല, പറയാൻ കഴിയില്ല. കാരണം അവിടെ ജമാഅത്തെ ഇസ്ലാമിയുടെ കൂടെ പിന്തുണ കൊണ്ടാണ് നിങ്ങൾ പോകുന്നത്. രാജസ്ഥാനിലെ സിക്കർ എന്ന് പറയുന്ന മണ്ഡലത്തിൽ CPM-ന്റെ MP വിജയിച്ചു പോന്നു. ജമാഅത്തെ ഇസ്ലാമിയുടെ പിന്തുണയുണ്ട്. തമിഴ്നാട്ടിലെ ഡിണ്ടിഗൽ, തമിഴ്നാട്ടിലെ മധുര, ഈ 2 നിയോജക മണ്ഡലങ്ങളിലും ജമാഅത്തെ ഇസ്ലാമിയുടെ പിന്തുണയോടുകൂടിയ. കാരണം ഇന്ത്യ രാജ്യത്ത് സംഘപരിവാറിനെതിരെ ഇന്ത്യ എന്ന് പറയുന്ന ഒരു വലിയ സംവിധാനം ഉണ്ടായപ്പോ ആ സംവിധാനത്തിലൂടെ സംഘപരിവാറിന്റെ രാഷ്ട്രീയ അജണ്ടകൾ ഇന്ത്യ രാജ്യത്ത് അവസാനിപ്പിക്കണമെന്ന തീരുമാനത്തിന്റെ ഭാഗമായി ജമാഅത്തെ ഇസ്ലാമി ആ സംവിധാനത്തിന്റെ ഭാഗമായി നിന്നുകൊണ്ട് ഏത് കാലത്തും പ്രവർത്തിക്കുന്നത്. കേരളത്തിന്റെ രാഷ്ട്രീയ സാഹചര്യം മറ്റൊന്നല്ലേ? അത് മനസ്സിലാക്കേണ്ട ഒന്നാമത്തെ പാർട്ടി CPM അല്ലേ? എന്തുകൊണ്ടാണ് UDF-ന് കേരളത്തിൽ വോട്ട് കൊടുക്കാൻ ജമാഅത്തെ ഇസ്ലാമി തീരുമാനിച്ചത്? അത് നിങ്ങൾ ജമാഅത്തെ ഇസ്ലാമി തന്നെ എത്ര തവണ നിങ്ങൾക്ക് വോട്ട് തന്നിട്ടുണ്ട്? പിണറായി വിജയനെ നിഷേധിക്കാൻ പറ്റുമോ? പിണറായി വിജയനും ജമാഅത്തെ ഇസ്ലാമിയുടെ അന്നത്തെ അമീർ ആരിഫ് അലി സാഹിബും ആലപ്പുഴയിലിരുന്ന് നടത്തിയ ചർച്ചയുടെ ഭാഗമായിട്ടല്ലേ നിങ്ങൾക്ക് കേരളത്തിൽ പലപ്പോഴും ജമാഅത്ത് വോട്ട് തന്നത്? അതിന്റെ ഭാഗമായി ദേശാഭിമാനിയില്, CPM-ന്റെ മുഖപത്രമായ ദേശാഭിമാനിയില് മുസ്ലിം സമുദായത്തിന്റെ ഒരു പാർട്ടിയെ കുറിച്ച് എന്തെങ്കിലും ഒന്ന് നന്നായിട്ട് എഴുതണമെങ്കിൽ ഭയങ്കര പാടാ. പക്ഷെ അതും ജമാഅത്തെ ഇസ്ലാമിയെ കുറിച്ച് അവരെഴുതി, ഒരു സമയത്ത് എഴുതേണ്ടി വന്നു. അങ്ങനെ ജമാഅത്തെ ഇസ്ലാമിയുടെ വോട്ട് കേരളത്തിൽ പലതവണ അവർക്ക് കിട്ടിയിട്ടുണ്ട്, വാങ്ങിച്ചിട്ടുണ്ട്. 2019 ഇന്ത്യയുടെ രാഷ്ട്രീയ സാഹചര്യം മാറിയപ്പോ ഇന്ത്യ മുന്നണിയുടെ ഭാഗമായി അതല്ലെങ്കിൽ കോൺഗ്രസിന്റെ നേതൃത്വത്തിലുള്ള ഒരു സംവിധാനം അധികാരത്തിൽ വരണമെങ്കിൽ കോൺഗ്രസ് ഇന്ത്യയിലെ ഏറ്റവും വലിയ ഒറ്റകക്ഷിയായി മാറണമെന്ന തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിൽ 2019 ജമാഅത്തെ ഇസ്ലാമി കേരളത്തിൽ UDF-ന് വോട്ട് കൊടുക്കാൻ തീരുമാനിച്ചു. അന്ന് തുടങ്ങിയതാണ് നിങ്ങളുടെ ഈ കലിപ്പ്. പക്ഷെ ജമാഅത്തെ ഇസ്ലാമിക്ക് അങ്ങനെയൊന്നുമില്ല. അതുകൊണ്ടാണ് കേരളത്തിന്റെ പുറത്ത് നിങ്ങൾക്ക് വോട്ടുണ്ടാവുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, ജമാഅത്തെ ഇസ്ലാമിക്ക് CPM-നോട് എന്തോ ഭയങ്കരമായ എതിർപ്പും വിമർശനം ഉള്ളത് കൊണ്ടല്ല ഈ പറയുന്നത്. മറിച്ച് നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന പണി അപകടമാണ്. കേരള